എല്ലാവർക്കും നമസ്കാരം. മുഖമുള്ളവർക്ക് നമസ്കാരം, മുഖമില്ലാത്തവർക്ക് നല്ല നമസ്കാരം. സന്തോഷ് ഒളിമ്പസ് എന്നാണ് പേര്. ഇപ്പോ 55 വയസ്സായി. 2.5 വയസ്സിൽ വായന തുടങ്ങിയ ഒരാളാണ്. വായന എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു അറ്റമില്ലാത്ത വായന. ആദ്യം ഈ ബാലരമയും പൂമ്പാറ്റയാണ് ഈ 5 വയസ്സിന് മുമ്പൊക്കെ വായിച്ചത്. പിന്നെ അതിന്റെ രീതി മാറി. കണ്ണും മുക്കും ഇല്ലാതെ മുമ്പിൽ കണ്ടതൊക്കെ വായിച്ചു. അധ്യാപക ദമ്പതികളാണ്, വീട്ടിലൊരു ലൈബ്രറി ഉണ്ട്, ലൈബ്രറിയാണ് ലോകമെന്ന് വിചാരിച്ചു. അങ്ങനെ വായിച്ചു വന്നതാണ്. വായിച്ചപ്പോൾ കൂടുതൽ കോൺഫ്ലിക്റ്റുകൾ, ഇഷ്ടം പോലെ ഒരുപാട് മാസീവ് ആയിട്ടുള്ള ഇൻപുട്ടുകൾ, അങ്ങനെ ഒരുപാട് വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് സംശയങ്ങളായി. ഈ സംശയങ്ങൾ ഇവിടെ വീടിന്റെ മുറ്റത്ത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ യോഗങ്ങളൊക്കെ ഇങ്ങനെ കൂടാറുണ്ട്. അപ്പോൾ അവിടെ വരുന്ന മാഷന്മാരോടും അതിന്റെ പരിഷത്തിന്റെ പ്രവർത്തകരോടൊക്കെ പല സംശയങ്ങളും ചോദിക്കുന്ന പലതിനും ഉത്തരം നേരെ കിട്ടാറില്ല. വീട്ടുകാരന്റെ പൊറുതി മുട്ടിയപ്പോൾ ഈ കൂട്ടത്തിൽപ്പെട്ട ഞങ്ങളുടെ ഒരു കുടുംബ സുഹൃത്ത് സേതുവങ്കിൾ, നിനക്ക് പറ്റുന്ന ഒരാളുണ്ട്, അയാളുടെ അടുത്ത് കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ട് ഈ കഴിഞ്ഞ 2 വർഷം മുമ്പ് ജീവസമാധിയായ സിദ്ധഗുരു മണിയേട്ടന്റെ അടുത്ത് കൊണ്ടുവിട്ടു. 16-ാം വയസ്സിൽ അദ്ദേഹത്തോട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചപ്പോ അദ്ദേഹം മറുപടിയൊക്കെ ചോദിക്കുന്നതിനൊക്കെ സ്പോട്ടിലേക്ക് മറുപടി തരും. പക്ഷെ ഞാൻ വായിച്ചു വളർന്ന ശാസ്ത്രത്തിന്റെ ഒരു ലോകത്ത് നിന്നും, അറിവിന്റെ ഒരു വല്ലാത്ത ലോകത്തു നിന്നും വേറൊരു ആംഗിളിലാണ് ഉത്തരങ്ങൾ കിട്ടി വന്നിരുന്നത്. അതുകൊണ്ട് എനിക്ക് അതിനോട് വിമർശാത്മകമായ ഒരു സമീപനമാണ് ഉണ്ടായത്. അപ്പോ ആ വിമർശനത്തിന്റെ രീതിയിൽ അദ്ദേഹത്തോട് പലപ്പോഴും ഈ ഞായറാഴ്ചകളിലാണ് അദ്ദേഹത്തിന്റെ അടുത്ത് പോകാൻ പറ്റുക. അതിനൊരു നിശ്ചിത സമയമുണ്ട്, ആ സമയത്ത് മാത്രമേ അവിടെ എത്താൻ പറ്റുള്ളൂ, അദ്ദേഹം അനുവദിക്കുള്ളൂ. ആ സമയത്ത് ഇങ്ങനെ ചോദ്യങ്ങൾ തുരുതുരെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറച്ചാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ചോദിക്കുന്നത് മുഴുവൻ എവിടെ നിന്നൊക്കെയോ ഈ നേടിക്കൊണ്ടുവന്ന സെക്കൻഡ് ഹാൻഡ് നോളജ് വെച്ചിട്ടാണ്. നിന്റെ നോളജിൽ നിന്ന് നീ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങുക, അപ്പോ ഉത്തരം മറ്റൊരാൾ തരേണ്ടി വരില്ല, ഉത്തരം നിനക്ക് കിട്ടുന്നു. ഇത് വല്ലാത്തൊരു പുലിവാലാണല്ലോ. ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം തരിക എന്നുള്ളതിന് പകരം ഈ ഞാൻ വായിച്ചു കൂട്ടിയ പുസ്തകങ്ങളൊക്കെ സെക്കൻഡ് ഹാൻഡ് നോളജ് ആണെന്ന് പറയുന്നത് ഒരു സുഖമായിട്ട് തോന്നിയില്ല. കാരണം ലൈബ്രറിയോട് അത്രയും മമത ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷെ ആദ്യം അതിനെ ചോദ്യം ചെയ്തു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിനെ ചോദ്യം ചെയ്തു. പക്ഷെ പിന്നീട് അദ്ദേഹം പറയുന്നതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലായി. കാരണം അദ്ദേഹം പുസ്തകം വായിച്ചിരിക്കുന്നത് എന്ന് കേട്ടില്ല. പുസ്തകം റെഫർ ഒക്കെ ചെയ്യാറുണ്ട്, പക്ഷെ പുസ്തകം വായിച്ചിരിക്കുന്നത് കേട്ടില്ല. പക്ഷെ എന്ത് ചോദിച്ചാലും ഉത്തരം തരും. അപ്പോ അവിടെ ആശ്രമത്തിലെ ഒരു രീതി എന്ന് പറയുന്നത് ഈ യോഗ പഠിച്ചുകൊണ്ടാണ് അവിടെ തുടങ്ങുക. യോഗയുണ്ട്, സത്സംഗമുണ്ട്. ഒരു മണിക്കൂർ 1.5 മണിക്കൂർ സത്സംഗവും അത് കഴിഞ്ഞിട്ട് യോഗയും, ഈ രീതിയിലാണ്. അപ്പോൾ സത്സംഗത്തിന്റെ സമയത്താണ് അദ്ദേഹം ക്ലാസ് എടുത്തതിന് ശേഷം ചോദ്യോത്തരി ആ രീതിയിൽ പോകുന്നത്. പിന്നെ യോഗ പഠിക്കുക. അപ്പൊ യോഗയുടെ 24 ആസനങ്ങൾ കഴിഞ്ഞാൽ സിദ്ധ വിദ്യയില് ദീക്ഷ തരും. ആ ദീക്ഷയുടെ വഴി പോയി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പലതും തുറക്കുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ആ വഴി ഇങ്ങനെ യാത്ര ചെയ്യാണ്. അപ്പൊ അതിന്റെ ഇടയിലാണ് ഈ പ്രഹരങ്ങളൊക്കെ കിട്ടി പതുക്കെ വായന എന്നുള്ളത് ഇങ്ങനെ അനന്തമായി കൊണ്ടുപോകുന്നതിന് പകരം അതൊന്ന് കുറയ്ക്കേണ്ടത് ആവശ്യമാണ്. എങ്കിൽ ഈ ഫസ്റ്റ് ഹാൻഡ് നോളജ് എന്നുള്ള സാധനം എന്താണെന്ന് അറിയാനുള്ള ഒരു താല്പര്യം ഉണ്ടായത്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഒരു 19 വയസ്സാകുമ്പോഴേക്കും വായന നിർത്തി. വായന നിർത്തിയപ്പോഴും ചോദ്യങ്ങൾക്ക് കുറവൊന്നുമില്ല. പക്ഷെ ചോദ്യം ചോദിച്ചൊരു അല്പനേരത്തിനുള്ളിൽ ഉത്തരങ്ങൾ മുമ്പിലെത്തും എന്ന് പറയുമ്പോൾ ഒന്നുകിൽ വെളിയിലുള്ള ഒരാളുടെ വാക്യത്തിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ മറ്റൊരു സംവിധാനത്തിന്റെ രൂപത്തിലോ മുമ്പിലെത്തും. കുറച്ചുകൂടെ സാധാരണക്കകത്തുകൂടെ ഒക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോ ഉത്തരം വെളിയിൽ നിന്ന് കിട്ടേണ്ട കാര്യമില്ല, അകത്തുനിന്ന് കിട്ടുന്നുള്ളതായി. പലപ്പോഴും വരുന്ന ഒരു ചാലഞ്ച് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാല്, ഈ കിട്ടുന്ന ഉത്തരം വെളിയിൽ പറയണമല്ലോ. അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഞങ്ങളെ 1981 മുതൽ, അതായത് എന്റെ 9ാമത്തെ വയസ്സ് മുതൽ ഈ പറയുന്ന നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിലെ ഈ ഗ്രൂപ്പ്, അതിലിപ്പോ ഞാൻ മാത്രമേ ഇപ്പൊ ഇതിലുള്ളൂ, ഈ ഗ്രൂപ്പ് അന്നുണ്ട്. അപ്പൊ ആ കൂട്ടത്തിലെ ആളുകൾക്ക് ഈ കിട്ടുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ഇത് ഷെയർ ചെയ്യാൻ കിട്ടില്ല, കാരണം തലേ തോന്നുന്ന കാര്യങ്ങൾ അതേപോലെ ഷെയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഷെയർ ചെയ്യണമെങ്കിൽ അതിന് പറ്റുന്ന വൊക്കാബുലറി വേണം എന്നുള്ളൊരു ഒരവസ്ഥ ഉണ്ടാകും. അപ്പൊ അതിനെന്ത് പറയും എന്ന് ആലോചിക്കുമ്പോൾ അതിന് പറ്റുന്ന ആളുകൾ നമ്മുടെ മുന്നിലേക്ക് എത്തും, അതിനുള്ള കാര്യങ്ങൾ മുമ്പിലേക്ക് വരും. ഈ രീതിയിലേക്കായി വായന സമ്പൂർണ്ണമായിട്ട് നിർത്തി. പിന്നെ മനുഷ്യരെയും
ഒന്നും കാണാതെ കുറച്ച് വർഷങ്ങൾ അടുപ്പിച്ച് ജീവിക്കാൻ ഒരു അവസരം കിട്ടി. ആ കിട്ടിയ സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് എന്റെ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ ഉത്തരം കിട്ടുന്ന ഒരു രീതിയിലേക്ക് ഞാൻ മാറി. അപ്പൊ എന്തുകൊണ്ടാണ് ഈ മാറ്റം എന്നുള്ളതിനെ കുറിച്ചുള്ള അന്വേഷണങ്ങളും ഒക്കെ കൊണ്ടാണ് പിന്നെയുള്ള കാലം പോയത്. അങ്ങനെയാണ് ഞാൻ ഇക്കോസഫിയിലേക്കും ഇക്കോ സ്പിരിച്വാലിറ്റിയിലേക്കും എത്തുന്നത്. പിന്നെ ഗ്രാമം ഉണ്ടാക്കാനുള്ള ഒരു സ്വാശ്രയ ഗ്രാമം ഉണ്ടാക്കാൻ പറ്റുള്ള പരിശ്രമങ്ങളായി. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ കമ്മ്യൂൺ പ്രകൃതി കൂട്ടുജീവിത കേന്ദ്രം 1994 നമ്മൾ സ്ഥാപിക്കുന്നു. അങ്ങനെ 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 പിന്നെ അതിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോ അതിനുശേഷം ഈ വായനയില്ല. പക്ഷെ വായിക്കാതെ പലപ്പോഴും ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണമെങ്കിൽ അതിനുള്ള ടെർമിനോളജിക്ക് വേണ്ടിയിട്ട് ചിലപ്പോ ഈ എന്താ പറയാ ശബ്ദധാരാവലിയൊക്കെ മറിച്ചു നോക്കുന്ന രീതിയൊക്കെ ഇടയ്ക്കുണ്ടായിരുന്നു. പിന്നെ അതിന്റെ ആവശ്യമില്ല. ആ സമയത്ത് ആരെങ്കിലും മുമ്പിൽ വന്നിരുന്ന് ഈ പദം തന്നിട്ട് പോകും. ഇങ്ങനെ ഒരു രീതി ഉണ്ടായി. പിന്നെ ഗൂഗിളും ഒക്കെ വന്നതിന് ശേഷം അത്യാവശ്യം ഈ ആശയപരമായിട്ടുള്ള പ്രൊപ്പഗേഷന് വേണ്ടി ഇവയെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ ഇന്റർനെറ്റ് സംവിധാനം ഉള്ളത് കൊണ്ട് അതിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ടേം അപ്പൊ തന്നെ കിട്ടും. ഇപ്പോ AI വന്നതിന് ശേഷം വളരെ പെട്ടെന്ന് കിട്ടും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കുന്നു, ടെർമിനോളജി എന്നുള്ള സംഭവത്തിന്. പക്ഷെ ടെർമിനോളജി എന്നുള്ളത് നമുക്ക് വെളിയിൽ നിന്നും കൊണ്ടുവന്ന് എടുക്കേണ്ട കാര്യം പോലും ഇല്ല. അതിനു മുമ്പേ നമ്മുടെ മുന്നിൽ തെളിഞ്ഞിരിക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇതാണ് ഈ വായനയുമായി എനിക്കുള്ള ഒരു ബന്ധം. ഈ വായനയ്ക്ക് ഒരു പുനർവായന എന്നുള്ളത് പറയാനുള്ള എന്റെ യോഗ്യതയാണ് ഞാൻ ഈ പറഞ്ഞത്. വായിക്കാതെ ജ്ഞാനം എങ്ങനെ വരും എന്നുള്ളത്. അപ്പൊ ജ്ഞാനം എന്താണെന്ന് നമ്മൾ പറയേണ്ടി വരും. ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ജ്ഞാനത്തെ കുറിച്ച് എന്ന് പറയുന്നത് നെർവസ് സിസ്റ്റത്തിനകത്ത് ഉണ്ടാകുന്ന മാറ്റം, സ്ഥിതിവിവരങ്ങളുടെ കൂട്ടം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഒരുപാട് പഠിച്ചു വെച്ചിട്ടുണ്ട്. എപ്പിസ്റ്റോളജി അനുസരിച്ച് ഇത് എങ്ങനെയാണ് ഈ ജ്ഞാനം കോഗ്നീഷൻ എന്നുള്ള പ്രോസസ് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചു പോയാന്ന് വെച്ചാൽ വായിച്ചു പോയാൽ എന്നല്ല, അതിനകത്ത് കൂടെ കടന്നു പോയാൽ നമുക്ക് മനസ്സിലാകുന്നതുണ്ട് ഒരു നോളജ് എന്നുള്ള സംഭവം എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതൊക്കെ. പക്ഷെ എന്താണ് നോളജ് എന്നുള്ള സംഭവത്തിന്റെ പർപ്പസ്? ബേസിക്കലി വാട്ട് ഈസ് നോളജ് എന്നുള്ളത് അന്വേഷിക്കുമ്പോൾ ആസ് എ ഫിലോസഫർ എനിക്ക് പറയാൻ കഴിയും, അനുരൂപനമാണ് ജ്ഞാനം. എന്റെ മുന്നിൽ ഒരു വസ്തുവുണ്ട്. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഒരു കസേരയിലാണ്. ആ കസേരയ്ക്ക് അനുസരിച്ച് എന്റെ ശരീരത്തെ വളച്ച് 4 എന്നുള്ള ഷേപ്പിലാക്കിയപ്പോൾ എനിക്ക് അതിനോട് അനുരൂപപ്പെടാൻ പറ്റി. ആ അനുരൂപപ്പെടുന്നതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഇരിക്കാൻ പറ്റിയത്. ആ ഇരിക്കാനുള്ള എന്റെ ശേഷിയാണ് എന്റെ ഇരിക്കാനുള്ള ജ്ഞാനം. പ്രാഥമികമായിട്ട് ഭക്ഷണം എന്നിലേക്ക് വരുന്ന സമയത്ത് അത് അകത്തേക്ക് കയറ്റാൻ വായ തുറന്നു കൊടുക്കുന്ന ഒരു അനുരൂപന പ്രക്രിയയുണ്ട്. വായിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ചവച്ചരച്ച് അതിനെ എന്റെ ശരീരത്തിനകത്തേക്ക് കടത്താൻ പാകത്തിൽ ഞാൻ അതിനെ ഇങ്ങനെ ച്യൂ ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്, ഷേണിങ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്, എന്നിട്ട് സ്വാളോ ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. ഇതിലൂടെയൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. അപ്പോ ഏതൊരു വസ്തുവോ വസ്തുതയോ ആശയമോ വ്യക്തിയോ സാഹചര്യമോ എന്തോ ആയിക്കോട്ടെ, ആ സാഹചര്യത്തോട് പൊരുത്തമാകാനുള്ള എന്റെ ശേഷിയാണ് യഥാർത്ഥത്തിൽ എന്റെ ജ്ഞാനം. ഇത് സഹജഭാവത്തിലുള്ളതാണ്. ഞാൻ ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്നതാണ്, ജന്മസിദ്ധമായുള്ളതാണ്. എന്റെ വായിലേക്ക് ഭക്ഷണം ചെല്ലുന്നില്ല. അമ്മയുടെ മാരണത്തിൽ നിന്നും ആദ്യത്തെ പാൽ ഊറ്റിയെടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു ട്രെയിനിങ്ങും കിട്ടിയിട്ടില്ല. ആദ്യമായിട്ട് നമ്മൾ വായ വെക്കുന്നു, കുടിക്കുന്നു. അപ്പൊ ഇത് സഹജമായി നമ്മുടെ ഉള്ളിലുള്ളത്, ലീനമാണ്, ഇൻട്രൻസിക് ആണ്. അതിനുശേഷം അപ്പൊ നമുക്ക് നടക്കാനും എടുക്കാനും കൊടുക്കാനും ഒന്നും കഴിയില്ല. പക്ഷെ അത് നമ്മളിങ്ങനെ പല കാര്യങ്ങളും ചെയ്ത് ഈ സഹജമായ ഈ അവബോധത്തിന്റെ മുകളിലേക്ക് ശിക്ഷിതമായ ഒരു അവബോധം വന്നു ചേരും. ഈ ശിക്ഷിതമായ അവബോധം എന്നുള്ളത് സഹജാവബോധത്തിന്റെ മുകളിലേക്ക് വരുന്ന ഒരു ലെയറാണ്, ഒരു പാളി. അതിലൂടെയാണ് നമ്മൾ പലതരം എക്സ്പെർട്ടൈസസ് ഉണ്ടാക്കുന്നത്, തഴക്കങ്ങൾ ഉണ്ടാക്കുന്നത്. അതായത് നമുക്കൊരു വഴക്കമുണ്ട്. ഇപ്പോ പാട്ട് പാടാൻ ഒട്ടും സാധ്യതയില്ലാത്ത ഒരാൾ പാട്ട് പഠിച്ചാലും പാടാൻ കഴിയില്ല. ആമയ്ക്ക് ഒരിക്കലും മരം കയറാൻ കഴിയില്ല. കാരണം ആമയുടെ ഫിസിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഫിസിക്കൽ ഫാക്കൽറ്റി എന്ന് പറയുന്നത് മരം കയറാൻ പാകത്തിലല്ല. അപ്പോ എന്താണോ ഇന്റേണൽ ഫാക്കൽറ്റി, ആന്തരിക ശേഷി എന്ന് പറയുന്നത്, അതിനനുസരിച്ചാണ് നമ്മുടെ വഴക്കങ്ങൾ ഉണ്ടാവുക. ഈ വഴക്കം
ഉള്ളപ്പോ നമ്മൾ ഈ പൊരുത്തപ്പെടാനായിട്ട് പലതവണ ശ്രമിച്ച് പൊരുത്തപ്പെട്ടാണ് അത് തഴക്കമായി മാറുന്നത്. അതിനെയാണ് ശിക്ഷിതാവബോധം എന്ന് പറയുന്നത്. ഈ ശിക്ഷിതാവബോധം കൊണ്ട് നമ്മൾ ജീവിതത്തിൽ ഇടപെടുന്ന സമയത്ത് പല സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. ശിക്ഷണം കിട്ടിയിട്ടുണ്ടല്ലോ, ഇപ്പൊ കസേരയിൽ ഇരിക്കാന്നുള്ളത് കസേരയിൽ ഇരിക്കുന്നു, വീണ്ടും കസേരയിൽ ഇരിക്കുന്നു, അങ്ങനെ പലതവണ ഇരിക്കുന്നു. അവിടെയാണ് നമുക്ക് ഒരു ചാരുകസേര കാണുന്നത്. എനിക്ക് പരിചയമുള്ളതും വഴക്കമുള്ളതും ഈ 4 എന്നുള്ള ഷേപ്പിലുള്ള പഴയ സ്കൂളിൽ കാണുന്ന ആ കസേരയാണ് പരിചയം. അപ്പോ കിടക്കുന്ന ചാരുകസേര കണ്ടു കഴിഞ്ഞാൽ അത് ഇരിക്കാനുള്ള ഇരിപ്പിടമാണെന്നുള്ള തോന്നൽ എൻ്റെ ഉള്ളിൽ വരാൻ സാധ്യതയില്ല. കാരണം ഞാൻ ഇതാണ് ശീലിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ശീലത്തിനനുസരിച്ച് അവിടെ ഉള്ള ഒരു വസ്തുവല്ല ഞാൻ കണ്ടത്. അപ്പൊ ഞാൻ ഈ 4 എന്നുള്ള ഷേപ്പിലുള്ള പല വസ്തുക്കളിൽ ഞാൻ ഇരിക്കുന്നു. അതുകൊണ്ട് ഇരിപ്പിടം എന്ന് വെച്ചാൽ 4 എന്നുള്ള ഷേപ്പിലുള്ളതാണ് എന്ന് ഞാൻ ധരിച്ചു വശായിരിക്കുന്നു. അപ്പോ ഞാൻ എന്റെ തഴക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ എനിക്കുണ്ടായിരുന്ന അനുഭവങ്ങളുടെ ആകത്തുക വെച്ചിട്ട് ഞാനൊരു അഭിപ്രായ രൂപീകരണം നടത്തും. 4 എന്നുള്ള ഷേപ്പിലുള്ളതിലാണ് എനിക്ക് ഇരിക്കാൻ കഴിയുക എന്നുള്ളത്. അതൊരാശയമാണ്. ചാരുകസേരയിൽ ഇരിക്കാൻ കഴിയും, പക്ഷെ ഞാൻ ഇരുന്ന് ശീലിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് 4 എന്നുള്ള ഷേപ്പിലാണ് എനിക്ക് ഇരിക്കാൻ കഴിയുക എന്നുള്ളതാണ് എന്റെ അറിവ് അല്ലെങ്കിൽ വിശ്വാസം. അപ്പോ മറ്റേത് ഇരിക്കാൻ കഴിയുമെങ്കിൽ എനിക്ക് അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട്, പരിചയമില്ലാത്തത് കൊണ്ട് അത് സാധ്യമല്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോഴാണ് ഒരാൾ പറയുന്നത് ഈ ചാരി ഇരിക്കുന്നതിന് പകരം ഇങ്ങനെ 4 എന്നുള്ള ഷേപ്പിൽ വളച്ചിരിക്കുന്നതിന് കാല് കുറച്ച് നീട്ടി പുറമൊക്കെ പുറകോട്ടാക്കി ഇരുന്നു കൂടെ എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് ഭാവന ചെയ്യാൻ പറ്റും. അത് കൊള്ളാലോ, കിടക്കുന്നത് പോലെ ഇരിക്കാമല്ലോ. ആ ഭാവനയുടെ ലോകത്തേക്ക് അയാൾ പറഞ്ഞ ഒരു യുക്തിയുണ്ട്. ഇങ്ങനെ കാല് നീട്ടി പുറം പുറകോട്ടെടുത്ത് കാല് നീട്ടി കാല് നീട്ടി എന്നുള്ള യുക്തിയിൽ ഞാൻ വിചാരം ചെയ്തു. അതെന്റെ ഉള്ളിൽ ഭാവനയായിട്ട് വന്നു. അപ്പോ ഇരിക്കാമെന്നുള്ള ഒരാശയം എനിക്ക് മനസ്സിലായി. അങ്ങനെയും ഇരിക്കാമെന്നുള്ളത്. ഇതാണ് എന്റെ ചിന്താപദ്ധതിയുടെ ലോകം, ഭാവനയുടെ ലോകം. അപ്പോ ഞാൻ ആദ്യം മുതൽ പറഞ്ഞു വന്നത് എണ്ണി ഒന്നുകൂടെ പറയാം. ആദ്യം ഉണ്ടായിരുന്ന സഹജാവബോധം, അമ്മയുടെ പാല് കുടിക്കാനുള്ള ശേഷി എന്ന് പറയുന്നത്. പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയ ശേഷം നമ്മളിൽ വന്നു ചേർന്നതാണ് ശിക്ഷിതാവബോധം. ശിക്ഷിതാവബോധത്തിലൂടെ പലതവണ കടന്നുപോയപ്പോൾ നമ്മൾ അനുഭവിച്ച കാര്യങ്ങളുടെ ആശയങ്ങളുടെ ആകത്തുക വെച്ചിട്ട് നമുക്കുണ്ടായത് വിശ്വാസം അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള അറിഞ്ഞു വെച്ചത് വിശ്വാസം എന്ന് വേണം അതിനെ പറയാൻ. അത് ചില അനുഭവങ്ങളുടെ ഓർമ്മകളുടെ ആകത്തുകയാണ്. അറിവെന്ന് പറയുന്നത് ഓർമ്മകളുടെ ആകത്തുകയായിട്ടാണ് അവിടെ 3ാമത്തെ തലത്തിൽ നിൽക്കുന്നത്. 4ാമത്തെ തലത്തില് ആ വിശ്വാസത്തെ തന്നെ ചിത്രീകരിക്കാൻ പാകത്തിൽ ചിത്രരൂപത്തിലുള്ള ഭാവനാരൂപത്തിലുള്ള ഒരു അറിവ്, അതിനാണ് ഭാവനാവബോധം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഒരാളിൽ നിന്നും ആ പറഞ്ഞു തന്ന ചിത്രീകരണം മനസ്സിലായി, വേറൊരാളിൽ നിന്നും പറയുന്ന ചിത്രീകരണം മനസ്സിലായി, 3ാമതൊരാളിൽ നിന്നും ചിത്രീകരണം മനസ്സിലായി. അപ്പൊ 3 തരം ഭാവനകൾ നമ്മുടെ ഉള്ളിലേക്ക് വന്നു. അപ്പൊ 3 തരം രീതിയിൽ ഈ കാര്യങ്ങൾ എന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകുമെന്ന് മനസ്സിലായി. അപ്പൊ ഇവരെല്ലാം എനിക്ക് തരുന്നത് ചില ആശയങ്ങളാണ്. ഈ ആശയങ്ങൾ എന്നുള്ളതിനെ ഭാവന ചെയ്യുമ്പോഴാണ് അത് എനിക്ക് പരിചിതമായി തീരുന്നത്, ആവർത്തിച്ച് വരുമ്പോൾ. അപ്പോ ഈ ഭാവനാത്മകമായ ഈ ഒരു അവസ്ഥയിലേക്ക് വേണ്ടുന്ന അത്തരം വിവരങ്ങൾ തരുന്ന ഒരവസ്ഥ അവിടെ ഉണ്ട്. അതിനെയാണ് എന്നിലേക്ക് ഇത് പ്രേരിപ്പിച്ചു തരുന്നത് എന്നർത്ഥത്തിൽ പ്രേരിതാവബോധം എന്ന് പറയുന്നത്, പ്രേരം എന്ന് പറയുന്നത്. അപ്പോ അത് എന്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട്, എന്റെ ചെവികൾ കൊണ്ട് ഒക്കെ ഞാനിങ്ങനെ ഗ്രാസ്പ് ചെയ്തെടുക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു രീതിയിലാണ് ഒരു ജീവി രൂപപ്പെട്ടു വരുന്നത്, ജീവിയുടെ ജ്ഞാന രൂപം ഉണ്ടായി വരുന്നത്. അയാളുടെ കോഗ്നീഷൻ എന്നാണ്, അറിയൽ എന്നുള്ള പ്രക്രിയ അങ്ങനെയാണ് ഉണ്ടായി വരുന്നത്. അപ്പോ ഒരാൾ പറയുന്നു ഇരിക്കാൻ ഇങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അയാൾ ഇങ്ങനെ മുള്ളുകൾ നിറയുള്ള ഒരു സാധനം കാണിച്ചിട്ട് പറയാണ് ഇതിലും ഇരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഞാൻ ഇരുന്ന് നോക്കിയിട്ടില്ല, എന്നിൽ പ്രേരിതമായിട്ട് കിട്ടിയതാണ്, പ്രേരണ കൊണ്ട് കിട്ടിയതാണ്, അതുകൊണ്ട് ഇരുന്ന് നോക്കിയിട്ടില്ല, അനുഭവമില്ല. പക്ഷെ ഉള്ള വിവരം, അതിന്റെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള സാമാന്യബോധം എനിക്കില്ലെങ്കിൽ മുള്ളുള്ളതിലും ഞാൻ ഇരിക്കാമെന്ന് ഞാൻ വിശ്വസിക്കും. ആവർത്തിച്ച് കേൾക്കുന്നുണ്ട്, മുള്ളുള്ളതിലും ഇരിക്കാം
എന്ന് ഞാൻ ആവർത്തിച്ച് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകും. അതിനകത്ത് കയറി ഇരിക്കാൻ മനസ്സുകൊണ്ട് സന്നദ്ധനാവും. ഇരുന്ന് കഴിയുമ്പോഴേ അറിയുള്ളൂ വിവരം. അപ്പോ ഈ പ്രേരിതമായ ആ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഡേറ്റ ഉണ്ടല്ലോ, ആ ഡേറ്റ പ്രേരണയ്ക്കായിട്ട് നമ്മൾ കണ്ടു, അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ടു, അയാള് അതിനെ വിശദീകരിക്കുന്നത് കേട്ടു. ഇങ്ങനെയൊക്കെയാണ് പണ്ടുണ്ടായിരുന്നത്. പിന്നീട് ഇടക്കാലത്തെങ്ങോ ഈ പറയുന്ന ആശയത്തെ ആ വഴി പോകണം എന്ന് പറയുന്നു. നമ്മൾ ആ വഴി പോകണം എന്ന് പറയുന്നത്, ആ വഴി പോകണം എന്നുള്ളതിന് ഒരു ആരോ മാർക്ക് അങ്ങോട്ടേക്ക് ഇങ്ങനെ അമ്പ് പെയ്യുന്ന രീതിയിൽ ഒന്ന് വരച്ചു വെച്ച് കഴിഞ്ഞാൽ അത് ആ വഴിക്ക് പോകാം എന്നുള്ള സിമ്പല് കണ്ടപ്പോ അത് നമുക്ക് പ്രേരണ തരാനുള്ള ഒരു ചിഹ്നമായി മാറി, ഒരു ചിത്രമായി മാറി. അങ്ങനെയുള്ള ചിത്രങ്ങളിൽ നിന്നും വായിച്ചു പഠിച്ച് സിമ്പലുകൾ നമ്മളോട് വിനിമയം ചെയ്യുമെന്നുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. സിമ്പലുകൾ എന്നുള്ള രീതിയിൽ ഈ ആരോ മാർക്ക് വരച്ചത് മാത്രമല്ല, ഞാൻ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്. അങ്ങനെയല്ല, ഒരു കാട്ടിൽ ജീവിക്കുന്നവർക്ക് മനസ്സിലാവും. ഒരു ആന പോയിട്ടുണ്ടെങ്കിൽ ആന പോയ വഴിത്താരയുടെ രേഖ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ആന പോയിട്ടുണ്ടെന്ന്, അല്ലെ? നമ്മുടെ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും നമ്മുടെ പരിസ്ഥിതിയിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ, അതിന്റെ സാധാരണ രീതിയിൽ മാറ്റമുണ്ടെങ്കിൽ അവിടെ ഇന്നത് സംഭവിച്ചു എന്നത് മനസ്സിലാക്കാനുള്ള നിരീക്ഷണ പാഠവും വന്ന ആളുകൾക്കുണ്ട്. ഇതിന്റെ കുറച്ചുകൂടെ മൂർത്തവൽക്കരിക്കപ്പെട്ട ഒരു രൂപമാണ് ഈ ആരോ മാർക്ക് ഇട്ടത്, ചിഹ്നങ്ങൾ ഉണ്ടാക്കിയത്. അങ്ങനെ ചിഹ്നങ്ങൾ കണ്ട് ചിഹ്നങ്ങളിൽ നിന്നും അത് അക്ഷരങ്ങളുടെ രൂപത്തിലേക്ക് വന്നു. ഇതിന് സമാന്തരമായിട്ട് നമ്മൾ ഇപ്പൊ ഞാൻ വെളിയിൽ നിന്നും ആശയത്തെ ഉള്ളിലേക്ക് എടുക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി അകത്തുനിന്നും പുറത്തേക്ക് പോകുന്ന കാര്യങ്ങൾ കൂടി ഉണ്ട് കേട്ടോ. ഇത് ജ്ഞാനത്തിന്റെ രണ്ടു വഴിക്കുള്ള രീതിയുണ്ട്. ഇപ്പൊ വെളിയിൽ നിന്നും അകത്തേക്ക് വരുന്നതിനെ സാധാരണ രീതിയിൽ നമ്മൾ ജ്ഞാനം എന്ന് പറയുമ്പോൾ വിശിഷ്ട ജ്ഞാനം എന്നുള്ള രീതിയിൽ, വിജ്ഞാനം അല്ലെങ്കിൽ വിസ്ഡം എന്ന് പറയുന്ന ഒരവസ്ഥ. സാധാരണ വിജ്ഞാനം എന്നുള്ള സയൻസ് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അതല്ല വിശിഷ്ട സ്ഥാനം. അകത്ത് നമുക്ക് ലീനമായി നിൽക്കുന്ന ശുദ്ധമായ ജ്ഞാനം വെളിപ്പെടുന്നതിനെയും നമ്മൾ ജ്ഞാനം എന്ന് തന്നെയാണ് സാധാരണ പറയാറ്, വിസ്ഡം എന്നുള്ള രൂപത്തിൽ. അത് സഹജാവബോധത്തിൽ നിന്നും നമുക്ക് ബോധ്യമായത് നമ്മുടെ ശിക്ഷണം കൊണ്ടുണ്ടായ ശേഷി ഉപയോഗിച്ച്, നമ്മുടെ വിശ്വാസത്തിൽ ഉള്ള പദങ്ങൾ ഉപയോഗിച്ച് നമ്മൾ അതിനെ ചിത്രീകരണം നടത്തി നമ്മൾ മറ്റുള്ളവരിൽ പ്രേരിപ്പിക്കുന്നതാണ് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രക്രിയ. എന്റെ അകത്തു നിന്നും ഈ കാര്യങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്ന് നിങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങൾ ഇതിനെ നേരെ റിവേഴ്സ് ആയിട്ട് ഈ പ്രേരണയിൽ നിന്നും എടുത്തത് ഭാവനയിലൂടെ കൊണ്ടുവന്ന് വിശ്വാസത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. വിശ്വാസത്തിന്റെ തലം വരേക്ക് അത് പോകുള്ളൂ, അതിനോ അപ്പുറത്തേക്ക് സാധനം പോകില്ല. നിങ്ങൾ ഈ ക്ലാസ് കേട്ടത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഘടനാപരമായി ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. നിങ്ങൾക്കത് ഒരു ചിന്താ പദ്ധതിയായിട്ട്, ഒരു വിശ്വാസ വ്യവസ്ഥയായിട്ട് മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അതിനപ്പുറത്തേക്ക് മാറ്റം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് മൂന്നാമത്തെ ലെവൽ വരെ ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ അകത്തേക്ക് കയറും. പരമാവധി ആധുനിക വിദ്യാഭ്യാസത്തിന്റെയും ആധുനിക ലോകത്തിന്റെയും രൂപത്തിൽ ശീലിച്ച ഒരാളെ സംബന്ധിച്ചുള്ള ഒന്നാം ഘട്ടം മാത്രം, ഭാവന പോലും ആവില്ല, അല്ലെ? പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചോളം അയാൾ ഭാവനയുണ്ടോ? ഇല്ല. അയാൾക്ക് അത് കേൾക്കുന്നു, ആ ഡേറ്റ സ്ഥിതിവിവരം എന്നുള്ളത് എടുത്തു വെക്കുന്നു എന്നുള്ളത് മാത്രം. ആ സ്ഥിതിവിവരം ഭാവനയാക്കുന്നവൻ കുറച്ചുകൂടെ മെച്ചപ്പെടും. ഭാവനയിൽ നിന്നും അത് അറിവുമായി തട്ടിച്ച് വായിച്ച് അതിനെ വിശ്വാസവുമായി തട്ടിച്ചു വായിച്ച് കൊണ്ടുപോകുന്ന ഒരാൾക്ക് കുറെ കൂടെ ആഴത്തിൽ അത് പതിയും. അത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് കുറെ കൂടെ ആഴത്തിൽ പതിയും. അത് സഹജഭാവവുമായിട്ട് ചേർത്തിണക്കാൻ പറ്റുന്നുള്ള ഒരാൾക്ക് അത് വളരെ കൃത്യമായിട്ട് തെളിയും. യേശുദാസ് പാട്ട് പഠിച്ചപ്പോ യേശുദാസിന് അത് കൃത്യമായിട്ട് വഴങ്ങിയത് എന്തുകൊണ്ടാണ്? യേശുദാസ് ഇത്രയും വലിയൊരു ഗായകനായി, ഗാനഗന്ധർവനായി മാറിയത് എന്തുകൊണ്ടാണ്? വെളിയിൽ നിന്നും അതെല്ലാം കിട്ടിയതും അകത്തുള്ള സാധനം കൂടെ ഒരുമിച്ച് ക്ലബായി അവിടെ ഒരു ഫ്ലോ സ്റ്റേറ്റ് ഉണ്ടായി. ആ ഫ്ലോ സ്റ്റേറ്റിൽ നിന്നാണ് അദ്ദേഹത്തിന് അത്രയും വലിയൊരു ഗായകനായി മാറാൻ കഴിഞ്ഞത്. എല്ലാ ഗായകരുടെയും എല്ലാ കലാകാരന്മാരുടെയും അവസ്ഥ ഇത് തന്നെയാണ്, എല്ലാ എഴുത്തുകാരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. അപ്പൊ ഈ ഫ്ലോ സ്റ്റേറ്റിലേക്ക് വരുന്ന സമയത്ത് അത് ക്ലബാവും. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു വിനിമയം നടക്കുക എന്നുള്ളതാണ് ഞാൻ പ്രാഥമികമായി പറഞ്ഞു വന്നത്. അപ്പോ അറിവെന്ന് പറയുന്നത് വെളിയിൽ നിന്നും അകത്തേക്ക് വരുന്ന ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വെളിയിൽ നിന്നും അകത്തേക്ക് വരുന്നതിന്റെ അനുരൂപപ്പെടലാണ് അവിടെ സംഭവിക്കുന്നത്. വെളിയിൽ നിന്നും അകത്തേക്ക് വരുന്നതിനോട് അനുരൂപപ്പെടുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ ജ്ഞാനം തെളിയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ ജ്ഞാനം അതിന്റെ ധർമ്മം പാലിക്കുന്നത്. നമ്മുടെ ഉള്ളിലാണ് ജ്ഞാനം, അത് വെളിയിൽ നിന്നും വരുന്നത്. വെളിയിൽ നിന്നും വരുന്നത് സ്ഥിതി വിവരമാണ്. ആ സ്ഥിതി വിവരം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ അതിനെ സ്വീകരിച്ച് കാണിങ് ചെയ്ത് അതിനകത്ത് നമ്മളെ അക്കോമഡേറ്റ് ചെയ്യാൻ, നമ്മുടെ അകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുമ്പോഴാണ് ഈ അറിവ് നമ്മുടേതാവുന്നത്. നമ്മുടേതാവണമെങ്കിൽ നേരത്തെ ഫ്ലോ സ്റ്റേറ്റിന്റെ കാര്യം പറഞ്ഞതുപോലെ യേശുദാസ് പാട്ട് പഠിച്ചിട്ട് അകത്തുള്ള ശേഷികളുമായിട്ട് ക്ലബ് ചെയ്യാൻ പറ്റിയപ്പോഴാണ് അദ്ദേഹത്തിന് ശുദ്ധമായ സംഗീതം അവതരിപ്പിക്കാൻ പറ്റിയത്.
അതുപോലെ ആ ജ്ഞാനം നമ്മുടെ ഉള്ളിൽ ആയിത്തീരണമെങ്കിൽ ഈ അകത്തുനിന്ന് വരുന്നതും പുറത്തുനിന്ന് വരുന്നതും കൂടെ ചേർന്ന് വരണം. അകത്തെ വാസനകളോടെ ചേർന്ന് നിൽക്കണം, എങ്കിൽ ഇത് പൂർണ്ണമാവുള്ളൂ. അല്ലാത്തതൊക്കെ വെറും വിശ്വാസങ്ങളാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് പോവാം. വായനാ ദിനം. വായന കേരളത്തില് ഉണ്ടായി വന്നതിന്റെ ഒരു ചരിത്രമുണ്ടല്ലോ. ഞാൻ അതിലേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ അതെന്റെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അതിനകത്ത് കൂടുതൽ പോയിട്ടില്ല. പറഞ്ഞു തരാനും എനിക്കറിയില്ല. എങ്കിലും അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ജന്മദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗ്രന്ഥശാലകളിലൊക്കെ ഉണ്ടായി തുടങ്ങിയ ഒന്നാണ് ഈ വായനാ ദിനം എന്നുള്ളത്. ആ ദിവസങ്ങളിൽ നിറയെ വായിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കും വായനാ ദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡേവിസ് ചേട്ടന്റെയൊക്കെ പുസ്തകത്തിന്റെ വായന ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. നല്ലത്. പക്ഷെ വായന നമ്മളെ സ്വതന്ത്രരാക്കാൻ വേണ്ടി ആണ് എന്നുള്ളൊരു വിശ്വാസമുണ്ട്. കുഞ്ഞുണ്ണി മാഷ് നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയുടെ, ഞങ്ങളുടെ കയ്യെഴുത്ത് പുസ്തകത്തിൽ അദ്ദേഹം ആശംസകളൊക്കെ എഴുതി തരാറുള്ള ഒരാളായിരുന്നു കുഞ്ഞുണ്ണി മാഷ്. അപ്പോ മാഷിന്റെ ഒരു പ്രശസ്തമായിട്ടുള്ള വരിയുണ്ടല്ലോ, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും. അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹം അത് അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. വായന എന്നുള്ളത് നമ്മളെ എല്ലാവരെയും ആധുനിക ലോകത്തിന്റെ വിന്യാസവുമായിട്ട് ചേർത്തിണക്കാൻ പാകത്തിലുള്ള ഒരു സാധ്യത ഒരുക്കി തരുന്നുണ്ട്. ഇതെല്ലാം ശരിയാണ്. ഇപ്പൊ നിങ്ങളോട് എനിക്ക് ഇങ്ങനെ വർത്താനം പറയാൻ പറ്റുന്നത് 16 വയസ്സുവരെ ഞാൻ വായിച്ചു കൂട്ടിയ പുസ്തകങ്ങൾ എനിക്ക് തന്നിട്ടുള്ള ഭാഷാപരിചയമാണ്. അതുകൊണ്ടാണ് എനിക്കിപ്പോ ഇങ്ങനെ പറയാൻ പറ്റുന്നത്. ഞാൻ വായിക്കില്ലെങ്കിലും ഞാൻ അത്യാവശ്യം വല്ലപ്പോഴും ഒക്കെ എഴുതും. ഇപ്പൊ അതുമില്ല. ഒരു 1000-ഓളം ലേഖനങ്ങൾ ഉണ്ട്. ഈ ലേഖനങ്ങളൊക്കെ എഴുതി കൂട്ടിയത് ഈ അക്ഷരങ്ങളോടുള്ള പരിചയം കൊണ്ടാണ്, ഭാഷാപരിചയം കൊണ്ടാണ്, ഭാഷയുടെ വ്യാകരണത്തിന്റെ പരിചയം കൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് ശുദ്ധമായ രീതിയിൽ വിനിമയം ചെയ്യാൻ അത് സാധിക്കും. അപ്പൊ അതിലൂടെ നമ്മൾ കാര്യങ്ങൾ അറിയുമ്പോൾ നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട അറിവുകളിലേക്ക്, തിരിച്ചറിവുകളിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് സാധാരണ ഭാഷ്യം. പക്ഷെ ആർക്കാണ് ഈ വായന എന്നുള്ള സാധനം കയ്യിൽ കിട്ടിയിട്ടുള്ളത്? വായന എന്നുള്ള ഫാക്കൽറ്റി, വായന എന്നുള്ള സങ്കേതം ആരുടെ കയ്യിലാണ് കിട്ടിയിട്ടുള്ളത്? ഈ ഭസ്മാസുരന്റെ സ്വഭാവമുള്ള മനുഷ്യന്റെ കയ്യിലാണ്. ഭസ്മാസുരൻ എന്താ ചെയ്യുന്നറിയില്ലേ? വരം തന്ന ആളുടെ നേരെ കൈ ചൂണ്ടിയിട്ട് അയാളെ ഭസ്മീകരിക്കാൻ ശ്രമിച്ച ഒരു അവസ്ഥയുണ്ടല്ലോ. വായന നമ്മളെ അറിവ് കൊണ്ട് സ്വതന്ത്രമാക്കുകയാണോ ചെയ്യുന്നത്? അറിവിന്റെ ലോകത്തേക്ക് സ്വതന്ത്രമാക്കുകയാണ് ചെയ്യുന്നതെന്നാണ് നമ്മുടെ പൊതുവിശ്വാസം. ഉണ്ട്, അറിവിന്റെ ലോകത്തേക്ക് നമ്മളെ സ്വതന്ത്രം, അറിവിന്റെ ലോകത്തേക്ക് നമ്മളെ കടത്തി വിടുന്നുണ്ട്. അവിടെ സ്വതന്ത്രമാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ ചാലഞ്ച്. ഇപ്പോ അറിവെന്നുള്ള ഉണ്ണിയുടെ ഓഡിയോ ഒന്ന് ഓഫ് ചെയ്യണേ. അറിവെന്നുള്ള ആ ഒരു കാര്യത്തിനു വേണ്ടി നമ്മൾ വായിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അറിവിന് വേണ്ടിയിട്ടല്ല ആദ്യം വായിക്കുന്നത്, അറിവ് നേടാനുള്ള മാർഗം എന്ന രീതിയിൽ നമ്മൾ അക്ഷരം പഠിക്കുന്നു. ആദ്യമായിട്ട് അക്ഷരം പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എവിടെയെങ്കിലും വര കണ്ടാലൊന്നും കുട്ടി നോക്കൂല. പക്ഷെ ആ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടല്ല, അവന് ആ എന്നുള്ള അക്ഷരം പഠിച്ചിട്ടുണ്ടല്ലോ. എവിടെയെങ്കിലും ഒരു ആ കണ്ടു കഴിഞ്ഞാൽ അതാ ആ എന്ന് പറയും. സത്യത്തിൽ അവന്റെ ബുദ്ധിയല്ല അവിടെ പ്രവർത്തിക്കുന്നത്, അവന്റെ ഉപബോധം തന്നെ അവനോട് പ്രതികരിക്കും. അവന്റെ ഉപബോധം അപ്പുറത്ത് ഈ സംഭവത്തെ കാണും. മറ്റുള്ളവരാരും കണ്ടില്ലെങ്കിൽ അവൻ അത് കാണും. കാണുന്നതോടുകൂടി അതിനോട് ഓപ്പൺ ആവും. ഇങ്ങനെ ഒരു അവസ്ഥ ആ കുഞ്ഞിന് ഉണ്ടാവും അല്ലെ. അപ്പോ ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഈ വായന എന്ന് പറയുന്ന പ്രക്രിയ അവൻ അറിയാതെ സംഭവിച്ചു തുടങ്ങുകയാണ്. സത്യത്തിൽ ഈ അക്ഷരത്തെ നോക്കി അക്ഷരം പോയ വഴി വായിക്കേണ്ട കാര്യമില്ല. അക്ഷരം അവിടെ ഉണ്ട് എന്നുള്ള ആ ചിഹ്നത്തെ കണ്ടാൽ മതി. അത് കാണുന്ന നിമിഷം ഈ അദൃശ്യമായ സങ്കേതം അങ്ങ് പ്രവർത്തിച്ചു തുടങ്ങും. അക്ഷരം അവിടെ ഉണ്ടെങ്കിൽ അക്ഷരത്തെ കാണുന്ന നിമിഷം മുതൽ ആ കണ്ട നിമിഷം അത് അവിടെ ഉണ്ട് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഉപബോധം ചെന്നെത്തും. ഇവിടെയാണ് നമ്മൾ വായന എങ്ങനെയാണ് എന്ന് വായിച്ചു തുടങ്ങുന്നത്.
അക്ഷരം എന്നത് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്ന വഴിയുണ്ടല്ലോ, അതൊരു അദൃശ്യമായ സാങ്കേതിക വിദ്യയാണ്. നമ്മുടെ പൊതുവായ ധാരണ എന്ന് പറയുന്നത് വായന എന്ന് പറയുന്നത് അറിവിന്റെ സമ്പാദനം ആണെന്നാണ്. അത് പൊതുധാരണ, പൊതുബോധമാണ്. പക്ഷെ ഞാനിവിടെ പറഞ്ഞ അദൃശ്യ സങ്കേതം എന്ന് പറഞ്ഞത് മനസ്സിലാക്കുക, മനുഷ്യ ചരിത്രത്തിലെ ആദ്യമായ മാനസിക സങ്കേതമാണ് ഈ അക്ഷരം എന്ന് പറയുന്നത്. അക്ഷരം എന്ന് വെച്ചാൽ ക്ഷരമില്ലാത്തത്, ക്ഷയിക്കാത്തത്. ഒരിക്കൽ കയറിയ പിന്നെ അത് പോവില്ല, അതവിടെ ഇരിക്കും. അപ്പൊ ഇതൊരു മാനസിക സങ്കേതമാണ്. മനസ്സുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത, ബോധത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു ചിത്രീകരണ സങ്കേതമാണ്. അപ്പോ ബോധം എന്നുള്ളത് സ്വാഭാവികമായി സഹജമായി ഉണ്ടാകുന്നതാണെങ്കിൽ അതിന്റെ മുകളിലേക്ക് മനസ്സുപയോഗിച്ച് പുറത്തുനിന്നുള്ള ഒരു ചിത്രീകരണത്തെ, ഒരു സങ്കേതത്തെ അകത്തേക്ക് കയറ്റി ഈ ബോധത്തിന്റെ രൂപത്തിൽ മാറ്റം വരുത്തുന്നതിനെയാണ് നമ്മളതിനെ പ്രാകൃതമാണെന്നാണ് പറയാ. സഹജബോധത്തെ നമ്മൾ പ്രാകൃതമാണെന്ന് പറയും. ഈ പ്രാകൃത ബോധത്തെ മാറ്റം വരുത്തുന്ന പ്രക്രിയയാണ് വായന എന്ന് പറയുന്നത്. അക്ഷരം അതാണ് ചെയ്യുന്നത്. അക്ഷരം അകത്തേക്ക് കയറി അവിടെ മാറ്റമുണ്ടാക്കുന്നു. അക്ഷരം മാത്രമായിട്ടാണോ ചെയ്യുന്നത്? അല്ല. അക്ഷരം എന്നുള്ളത് ഒരു ആശയത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട്. അക്ഷരമായിട്ട് വരുമ്പോൾ അതിന് ആ ശബ്ദത്തിന് ഒരു ആശയമുണ്ട്. അതിന്റെ കൂട്ടമാണ് പദം. ആ പദത്തിന് ഒരു ആശയക്കൂട്ടമുണ്ട്. അതെല്ലാം ചേർന്നിട്ടാണ് വാചകം. വാചകം എന്ന് പറയുന്ന ഒരു വലിയ വിപുലമായ ഒരു സംഭവത്തെ തന്നെ അത് ചിത്രീകരിക്കുന്നു. ആ ചിത്രീകരണത്തെ നമ്മളെ ബോധത്തിലേക്ക് കൊടുക്കുന്നു. നിങ്ങളുടെ വീട്ടിന്റെ മുന്നിലേക്ക് ഒരു ആന നടന്നു വരുന്നു എന്ന് പറയുന്നത് ഒരാശയം. ബോധത്തിന് നമ്മുടെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലേക്ക് തെളിയാൻ പാകത്തിലുള്ള ഒരു ഇൻഫർമേഷനാണത്. അപ്പൊ അപ്പോഴേക്കും നമ്മൾ സടകുടനെ എഴുന്നേറ്റു. ശരിയാണ്. അപ്പൊ ഇതിനു വേണ്ടി ഇത്തരം ഒരു വാചകം നമ്മൾ കേട്ടാൽ, അത്തരം ഒരു വാചകം നമ്മൾ കണ്ടാൽ, അക്ഷരരൂപത്തിൽ കണ്ടാൽ, അത് നമ്മുടെ ബോധത്തിലേക്ക് വന്ന് കയറും. ഈ ബോധത്തിലേക്ക് ഇത് വന്ന് കയറിയാൽ മാത്രമേ നമുക്ക് അതിനൊരു പ്രതിനില കൊള്ളാൻ കഴിയുള്ളൂ. പക്ഷെ അതിനുവേണ്ടിയാണ് ഇന്ദ്രിയങ്ങൾ തന്നിട്ടുള്ളത്. ഇന്ദ്രിയങ്ങൾ വഴി നമ്മൾ അതിന് മുമ്പിലേക്ക് എന്തൊക്കെ വരുന്നു എന്നുള്ളത് സ്കാൻ ചെയ്തെടുത്ത് ബോധ്യപ്പെടാനാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ആ ഇന്ദ്രിയത്തിലേക്ക് യഥാർത്ഥ അനുഭവം വരുന്നതിന് പകരം ഒരു പ്രതീത അനുഭവം എന്ന് വെച്ചാൽ വെർച്വൽ ആയിട്ടുള്ള ഒരു അനുഭവത്തെ പ്രദാനം ചെയ്യുകയാണ് ഈ അക്ഷരത്തിന്റെ രൂപത്തിലുണ്ടായ ആ വസ്തുതയോട് നമ്മൾ ഇടപെടുന്ന സങ്കേതം, അതായത് വായന എന്നുള്ള സങ്കേതം നമ്മളിൽ ഉണ്ടാക്കുന്നത്. പ്രതീതമായിട്ടുള്ള ഒരു റിയാലിറ്റി നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നു. വെർച്വൽ റിയാലിറ്റി എന്ന് കേട്ടിട്ടുണ്ടാവും. വെർച്വൽ റിയാലിറ്റി എന്ന് AI ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനെ വെർച്വൽ റിയാലിറ്റി, മെറ്റ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനെ പറഞ്ഞു വെർച്വൽ റിയാലിറ്റി. വെർച്വൽ റിയാലിറ്റി ഇപ്പോഴാണോ വരുന്നത്? ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പ് നമ്മൾ ഇത് കണ്ടെത്തി കഴിഞ്ഞു. അപ്പോ ഈ വെർച്വൽ റിയാലിറ്റിക്ക്, ബോധത്തിന് യഥാർത്ഥത്തിൽ തന്റെ പരിസരത്ത് നിന്നും കണ്ടെത്തേണ്ടുന്ന കാര്യങ്ങളെ, അതിനോട് അനുരൂപപ്പെടേണ്ടുന്ന അവസ്ഥയെ മാറ്റി മറ്റൊന്നിനെ അവിടേക്ക് പ്ലേസ് ചെയ്യുന്ന കാര്യത്തിൽ ഈ വായന എന്നുള്ള സങ്കേതത്തിന് വല്ലാത്ത സാധ്യതയുണ്ട്. അത് നല്ല കാര്യത്തിനാണെങ്കിൽ ഒരു കുഴപ്പമില്ല. നല്ല കാര്യത്തിനാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ആ അർത്ഥത്തിൽ നല്ല വായന, ഇപ്പൊ നല്ല കവിതകൾ വായിക്കുന്നു, നല്ല കഥകൾ വായിക്കുന്നു, നല്ല ലേഖനങ്ങൾ വായിക്കുന്നു, ഇതൊക്കെ തെറ്റാണോ? അല്ല, ഒരിക്കലുമല്ല. അവിടെയല്ല അതിന്റെ കുഴപ്പം കിടക്കുന്നത്. നമ്മളൊരു വണ്ടിയിൽ യാത്ര ചെയ്യാണ്, ഹൈവേയിൽ കൂടെ യാത്ര ചെയ്യുന്നു. അതിന്റെ വശങ്ങളെല്ലാം ഹോർഡിങ്ങുകളുണ്ട്. ഈ ഹോർഡിങ്ങുകളിലെല്ലാം തന്നെ അക്ഷരങ്ങളുണ്ട്, ചിത്രങ്ങളുണ്ട്. ഈ രണ്ട് സാധനവും നമ്മുടെ അകത്തേക്ക് കയറും. നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കിയിരുന്ന് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഈ സാധനങ്ങൾ നമ്മുടെ അകത്തേക്ക് കയറും. നമ്മുടെ ശ്രദ്ധയുടെ ത്രഷോൾഡിനെ ബൈപ്പാസ് ചെയ്തു വരുന്ന ഇത്തരം സന്ദേശങ്ങളെയാണ് സബ്ലിമിനൽ മെസ്സേജ് എന്ന് പറയുക. ബോധത്തെ തുരങ്കം വെച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ആ ഒരു സന്ദേശം. ഇത് മാർക്കറ്റിങ്ങിന് വളരെ പ്രധാനപ്പെട്ട ഒരു ടൂളാണ്. അതുപോലെ തന്നെ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിന് ഈ ആധുനിക വിവരസങ്കേതത്തിന്റെ ആളുകൾ, മാർക്കറ്റിങ്ങിന്റെ ആളുകൾ, വിപണിയുടെ ആളുകൾ ഇത് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സാധാരണക്കാർക്ക് മാത്രമാണ് അത് അറിയാത്തത്. ഈ വിധത്തിൽ അക്ഷരങ്ങൾ നമ്മുടെ അകത്തേക്ക് കയറുന്നുണ്ട്. ഇത് തന്നെയല്ല നമ്മൾ പത്രം വായിക്കുമ്പോൾ ഉണ്ടാവുന്നത്. മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഇഷ്ടം പോലെ ആശയങ്ങൾ കയറുന്നുണ്ട്. നമ്മുടെ മുന്നിലേക്ക് ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വായിക്കാതിരിക്കാൻ കഴിയില്ല. ബാഹ്യ ചിഹ്നങ്ങളിലൂടെ അത് നമ്മുടെ അകത്തേക്ക് ഒരു ആന്തരിക പ്രവേശം നടത്തും. ഈ അക്ഷരങ്ങളുടെ രൂപത്തിലുള്ള ബാഹ്യ ചിഹ്നങ്ങളുടെ രൂപത്തിൽ അത് നമ്മുടെ ഉള്ളിലേക്ക് ഒരു അക്ഷരപ്രവേശം നടത്തും. ആ അക്ഷരപ്രവേശം നടത്തിയാൽ ആദ്യം അതുണ്ടാവുന്നത് കണ്ണുകൾ അക്ഷരങ്ങളെ തിരിച്ചറിയുന്നു.
റെറ്റിനയില് കണ്ണിലെത്തുന്ന സമയത്ത് അത് വൈദ്യുത സിഗ്നൽ ആക്കുന്നു, എന്നിട്ട് അത് നമ്മുടെ ഒപ്റ്റിക്കൽ നെർവ് ഇത് മസ്തിഷ്കത്തിലേക്ക് എത്തുന്നു. അപ്പോൾ നമ്മൾ കണ്ടതിന്റെ ഒരു ചിത്രീകരണം, കണ്ടത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വ്യാഖ്യാനം അവിടെ ഉണ്ടാക്കുന്നു. നമ്മുടെ ശരീരം ആ കണ്ട കാര്യത്തെ ഇന്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പൊ ആനയെ കണ്ടു എന്നുള്ളതിന് പകരം ആന എന്ന് എഴുതി വെച്ചാൽ ആനയെ കണ്ടതിന് സമമായ രീതിയിൽ ഒരു പ്രതീത ചിത്രം നമ്മുടെ ഉള്ളിലേക്ക് വരും. യഥാർത്ഥത്തിൽ ആനയെ കാണുന്നുമില്ല, പക്ഷെ ആന എന്നുള്ള ആശയം നമ്മുടെ ഉള്ളിലേക്ക് കയറും. നമ്മൾ നോക്കേണ്ട കാര്യമില്ല, കണ്ടാൽ മതി. നോക്കുക എന്നത് ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ശ്രദ്ധിച്ച് കാണുന്നതിനേക്കാളും പവർഫുൾ ആയിട്ട് ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ നേരെ നമ്മുടെ ബോധമനസ്സിന്റെ ആ ത്രഷോൾഡ് വിട്ടിട്ട് നേരെ ഉപബോധത്തിലേക്ക് അത് കയറും. ഉപബോധത്തിൽ കയറിയിരിക്കുന്ന സാധനമാണല്ലോ അവിടെ ഇരുന്നിട്ട് പിന്നെ നമ്മുടെ മറ്റു കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുക. അപ്പോ ചിഹ്നങ്ങളെ തിരിച്ചറിഞ്ഞ് വാക്കുകളെ ഡീകോഡ് ചെയ്തിട്ട് അതിനൊരു അർത്ഥം സങ്കല്പിച്ച് ആശയങ്ങളെ ബന്ധിപ്പിച്ച് ഇത് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കൃത്യമായി കടത്തിവിടും. ഇത് കടത്തിവിടുന്നതോടുകൂടി ഈ ആന എന്നുള്ള സങ്കല്പം നമ്മുടെ നെർവസ് സിസ്റ്റം ശരീരത്തിന്റെ എമ്പാടും ഇങ്ങനെ പറഞ്ഞയക്കും. ആ പറഞ്ഞയക്കുന്ന സമയത്ത് ഈ ആന എന്നുള്ളതിനോട്, ആന ഉപദ്രവിക്കാൻ വരുന്ന ആനയാണ്. ഇപ്പൊ ആനയെ കൗതുകത്തോടെ കാണുന്ന ഒരവസ്ഥ ആണെങ്കിൽ കുഴപ്പമില്ല. അതല്ല, ഉപദ്രവിക്കാൻ വരുന്നു എന്നുള്ള ഒരു ആശയമാണ് നമ്മുടെ അകത്തേക്ക് കയറുന്നതെങ്കിൽ അതിനനുസരിച്ച് ശരീരം അതിന്റെ സിമ്പത്തറ്റിക് സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്യണം. അപ്പോ അതിനനുസരിച്ച് നമ്മുടെ നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആവും, നമ്മുടെ സിനാപ്സുകൾ ആക്റ്റീവ് ആവും. ഇത് നമ്മൾ ആവർത്തിച്ച് ഈ ആനയുടെ ഒരു വിഷയം കേൾക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ ഒരു ന്യൂറൽ പാത്വേ തന്നെ സെറ്റ് ആവും. ആന എന്നത് കാണേണ്ട കാര്യമില്ല, കേട്ടാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ അതിന്റെ ഒരു ചിഹ്നം കിട്ടിയാൽ മതി, ഉടനെ തന്നെ ആന എന്നുള്ളത് നമ്മുടെ ഉള്ളിലേക്ക് വന്നു. അതിനനുസരിച്ച് നമ്മുടെ സിസ്റ്റം ആക്ടിവേറ്റ് ആവും. അപ്പൊ അവിടെ ഒരു ന്യൂറൽ പാത്വേ, ഒരു നാഡീ സഞ്ചാരധാര എവിടെയുണ്ട്. ഈ ന്യൂറൽ പാത്വേ ഒന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആവർത്തിച്ച് അതിനകത്തൂടെ പോയാലോ ഈ സംഭവം അവിടെ സ്ഥിതപ്രതിഷ്ഠ നേടും. അതിനാണ് ഫ്രീക്വൻസി ഫാക്ടർ എന്ന് പറയുക. നമ്മൾ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് സപ്ലിമിനൽ ആയിട്ട് മെസ്സേജുകൾ തരുന്ന ഒരു സംവിധാനം തരുന്നതിനെയാണ് ഈ ഫ്രീക്വൻസി ഫാക്ടർ എന്ന് പറയുക. ഇങ്ങനെ വരുമ്പോ ഈ വായിക്കാനുള്ള നമ്മുടെ ഫാക്കൽറ്റി ഇല്ലേ, വായിക്കാനുള്ള നമ്മുടെ ശേഷി എന്ന് പറയുന്നത് അത് സത്യത്തിൽ ഒരു റിഫ്ലക്സ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. നമ്മൾ വായിക്കേണ്ട കാര്യമില്ല, നമ്മളെ കണ്ണുകൾ ഇങ്ങനെ ഓടിച്ചിങ്ങനെ മുഴുവനായിട്ടും പോകേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ ഇത് നമ്മുടെ അകത്തേക്ക് കയറും. അത് നമ്മുടെ ഒരുപാട് കാര്യങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യും. നമ്മുടെ വിശ്വാസ വ്യവസ്ഥയിൽ കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ഉപബോധ ചിത്രമായിട്ട് കിടക്കുന്ന സ്മൃതികളെ, അത് മറ്റേ ഗതസ്മൃതിയോ ആഗതസ്മൃതിയോ എന്തോ ആയിക്കോട്ടെ, ഏത് സ്മൃതി ആണെങ്കിലും അതിനെ ട്രിഗർ ചെയ്യുന്ന ഒന്നായി മാറും. ഇത് നമ്മളൊരു പുതിയ ആശയത്തെ, പുതിയ നല്ലൊരു ആശയത്തെ ഉപയോഗിക്കാനായിട്ട് ആണ് നമ്മുടെ ഉള്ളിലേക്ക് കിട്ടുന്നതെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ഇന്നത് യൂസ് ചെയ്യപ്പെടുന്നത് ഈ രൂപത്തിലല്ല. എന്നുവെച്ചാൽ നമ്മുടെ സിസ്റ്റത്തെ കേടുവരുത്താൻ വേണ്ടിയുള്ളത് എന്നുള്ള രൂപത്തിലാണ്. അപ്പൊ സത്യത്തിൽ ഈ അക്ഷരം എന്നുള്ളത്, നമ്മുടെ ഉള്ളിലേക്ക് കയറിയ അക്ഷരം, പണ്ട് കയറിയ അക്ഷരം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത് ഒരു ബാധയുടെ രൂപത്തിലാണ്. ഞാനിങ്ങനെ പറയുമ്പോ വായന വല്ലാതെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കെല്ലാം വലിയ വിഷമം തോന്നും. ഒരു കുഞ്ഞിന് ആദ്യം വായനയില്ലല്ലോ, അതിനകത്തേക്ക് ആദ്യം അക്ഷരം എക്സ്പോസ് ആവുന്നു, അതിന്റെ സിമ്പലുകൾ സബ്കോൺഷ്യസ് മൈൻഡിൽ പതിയുന്നു. ഇത് ബ്രെയിൻ അതിന്റെ പാറ്റേണുകളെ ഇന്റർലിങ്ക് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കായിട്ട് ഡീകോഡ് ചെയ്യാൻ ആരംഭിക്കുന്നു, എഫർട്ട് ഇല്ലാതെ വായിക്കാൻ തുടങ്ങുന്നു. ഇത്രയും വരെ നല്ല കാര്യമാണ്. അത് കഴിഞ്ഞാൽ കുഞ്ഞെന്താ ചെയ്യുക? കാണുന്നതെല്ലാം വായിക്കപ്പെടും, കാണുന്നതെല്ലാം വായിച്ചു കൂട്ടും, അല്ലെങ്കിൽ കാണുന്നതെല്ലാം വായിക്കപ്പെടും. അവിടെ നമ്മൾ ഈ ആദ്യം പറഞ്ഞ ആ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ, അതിന്റെ കൺട്രോൾഡ് ഡീകോഡിങ്ങിന് പകരം കൺട്രോൾ ഇല്ലാത്തൊരു ഡീകോഡിങ് നടക്കും. അങ്ങനെ നമ്മുടെ ഉള്ളിൽ ഒരു ഇൻവോളണ്ടറി കണ്ടീഷനിങ് നടത്തുക എന്നുള്ളൊരു പ്രോസസ്സ് വായന ചെയ്യുന്നുണ്ട്. അപ്പൊ കണ്ണിന് മുമ്പിൽ അക്ഷരം വന്നു കഴിഞ്ഞാൽ വായിക്കാതിരിക്കാൻ കഴിയാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉപബോധ മനസ്സ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് റെക്കഗ്നൈസ് ചെയ്യുന്നുള്ളതാണ്. നമ്മുടെ നെർവസ് സിസ്റ്റം ഇതിനനുസരിച്ച് റീപ്രോഗ്രാംഡ് ആയി എന്നുള്ളതാണ്. ഇൻവോളണ്ടറി ആയിട്ട് ഇത് ഡീകോഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഈ കണ്ടീഷൻഡ് ആയിട്ടുള്ള ആ നിർമ്മിതമായിട്ടുള്ള ആ ഒരു അവസ്ഥ നമ്മുടെ ശ്രദ്ധയെ അതിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഇതിന്റെ ഒരു സ്റ്റിമുലസ്, നമ്മുടെ ആ വിഷ്വൽ ആയിട്ടുള്ള സ്റ്റിമുലസ് എന്ന് പറയുന്നത് നമ്മുടെ
ജ്ഞാനമണ്ഡലത്തെ മൊത്തത്തിൽ ട്രിഗർ ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ എന്താണ് വേണോ വേണ്ടയോ എന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ ഉപബോധത്തിലേക്ക് ഇത് സപ്ലിമെന്റലായിട്ട് കയറ്റുന്ന ഒരു പരിപാടി ഇത് ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് വായിക്കാണ്ടിരിക്കാൻ പറ്റാത്തത്. നമ്മൾ വായിച്ചു പോകും എന്നുള്ളതാണ്. കാരണം വായന നിർത്തിയ ഒരാളായതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്തുമാതിരി ബന്ധപ്പാടാണ്. കള്ളുകൂടി നിർത്താം, പുകവലി നിർത്താം, പക്ഷെ വായന നിർത്തൽ അങ്ങനെ നടക്കൂല. വായന നിർത്തിയാലോ അതിന്റെ അനുഭവം എന്താണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. വായന നിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് വായിച്ചിട്ട് വേണം നിർത്താൻ കേട്ടോ, അതുകൂടെ പറയാം. വായിച്ചിട്ട് വേണം നിർത്താൻ. വായിക്കാതെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ആധുനിക കാലമായിട്ട് പൊരുത്തപ്പെടാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ വായിച്ചിട്ട് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളില് ഈ വായിച്ചത് നിർത്തണം എന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക ഫാക്കൽറ്റി വേണം. പക്ഷെ അങ്ങനെ നിർത്തിക്കഴിഞ്ഞിട്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഈ അടിഞ്ഞുകൂടി കിടക്കുന്ന, സപ്രസ്ഡ് ആയി കിടക്കുന്ന സഹജജ്ഞാനം എന്നുള്ളത് വെളിയിൽ. വായന എപ്പോഴും നമ്മുടെ ഓർമ്മയുടെ വ്യവസ്ഥയെ റീ ആർക്കിടെക്ചർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓർമ്മയിലുള്ള ഒരു ചിത്രം ഉണ്ടല്ലോ, ആ ഓർമ്മയിലുള്ള, അതായത് നമ്മൾ പറഞ്ഞ ജ്ഞാനത്തിന്റെ മൂന്നാമത്തെ തലം, സ്മൃതീന്ദ്രിയത്തിന്റെ തലം, അതായത് ധാരണാവബോധം എന്ന് പറയുന്ന ഒരവസ്ഥ, വിശ്വാസ വ്യവസ്ഥയുടെ അറിവ് എന്ന് നമ്മൾ വിളിക്കുന്ന വിശ്വാസത്തിന്റെ ആ വിശ്വാസ വ്യവസ്ഥയുടെ അവസ്ഥ, അത് മെമ്മറികളുടെ ഒരു കൂട്ടമാണ്. ഇതിനു മുമ്പുണ്ടായ അനുഭവങ്ങളുടെ, നമ്മൾ ആശയമായിട്ട് കൂട്ടിയ കാര്യങ്ങളുടെ, യുക്തിയുടെ, ചിത്രങ്ങളുടെ ഒക്കെ ഓർമ്മകളുടെ കൂട്ടമാണ് അവിടെ ഉള്ളത്. അതാണ് നമ്മുടെ വിശ്വാസമായിട്ടോ അല്ലെങ്കിൽ അറിവ് എന്ന പുന്നാര പേരിട്ട് വിളിക്കുന്ന ആ സാധനമായിട്ട് അവിടെ നിൽക്കുന്നത്, ഉപബോധത്തിൽ നിൽക്കുന്ന ഒരവസ്ഥ. മെമ്മറികളുടെ ഒരു ഘടനാരൂപം അവിടെയുണ്ട്. ആ ഘടനാരൂപത്തെ ഈ ഓരോ വായനയും പതുക്കെ പോയിട്ട് ഹിറ്റ് ചെയ്യും. അവിടെ നമ്മുടെ വർക്കിംഗ് മെമ്മറി ഉണ്ട്. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മൾ ബോധത്തിലായിരിക്കുമ്പോൾ, ജാഗ്രതയിലായിരിക്കുന്ന സമയത്ത് നമ്മൾ കൊണ്ടു നടക്കുന്ന, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചില ഓർമ്മകളുണ്ട്. ഇത് തൽക്കാലത്തേക്ക് വായിക്കുന്ന സമയത്ത് ഈ സംഭവം അവിടെ ഹോൾഡ് ആവും. എന്നിട്ട് ഒരു ചെറിയ ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു മെമ്മറി പ്രോസസ് ആവും. എന്നിട്ട് ഇത് നമ്മുടെ മെമ്മറിയെ പുതുതായിട്ട് എൻകോഡ് ചെയ്യും. കോർട്ടക്സ് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഈ സാധനത്തെ റിപ്പീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനത്തെ മെമ്മറിയുടെ ഭാഗമായിട്ട് പുതുതായിട്ട് റീഓർഗനൈസ് ചെയ്യും. എന്നിട്ട് രാത്രി കിടക്കുമ്പോൾ ഇതിന്റെ ബാക്കി വേസ്റ്റ് ഒക്കെ കൂടെ സ്വപ്നം എന്നുള്ള രൂപത്തിൽ വെളി തള്ളുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രോസസ്സ് കൂടിയുണ്ട്. അപ്പോ നമുക്ക് ഈ മെമ്മറിയുടെ ഒരു പുതിയ ഫോം എന്നുള്ള രീതിയിൽ ഈ സംഭവം നമ്മുടെ ഉള്ളിൽ ശക്തമായി നിൽക്കും. ഓരോ വായനയും നമ്മുടെ ഉള്ളിൽ ഈ മെമ്മറിയെ റീവയർ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. എല്ലാ വായനകൾക്കും ഇങ്ങനൊരു സ്വഭാവമുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ നല്ല പുസ്തകങ്ങൾ എടുത്ത് നല്ല രീതിയിൽ വായിക്കുകയാണെങ്കിൽ വലുതായിട്ട് അഫക്റ്റ് ചെയ്യില്ല. വലുതായിട്ട് അഫക്റ്റ് ചെയ്യില്ല വെച്ചാൽ അഫക്റ്റ് ചെയ്യില്ല എന്നല്ല, ബാധയല്ല എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. നമുക്ക് അതിനൊരു ശുഭ സാധ്യത നമുക്ക് കണക്കാക്കാം. പക്ഷെ ആധുനിക ലോകത്ത് നമ്മുടെ മുന്നിലേക്ക്, നമ്മുടെ ഈ എന്താ പറയാ, മൊബൈലിന്റെ, സോഷ്യൽ മീഡിയയുടെ വഴി, വിഷ്വൽ മീഡിയ വഴി നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന പലതിലും അക്ഷരങ്ങളുണ്ട്. ഈ അക്ഷരത്തിന്റെ വായന നമ്മൾ ആരും വിചാരിച്ചാൽ നിൽക്കുന്നതല്ല. നമ്മൾ ഒരു പുസ്തകത്തിന്റെ കോണ്ടന്റ് മുഴുവൻ മനസ്സിലാക്കിയിട്ടല്ല നമ്മൾ വായിക്കാൻ പോകുന്നത്. പുസ്തകത്തിലെ വായന നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നു എന്നുള്ളത്. ഇനി ഓരോ തവണ നമ്മൾ വായിക്കുമ്പോഴും അക്ഷരപ്രയോഗത്തെ നമ്മൾ എൻകറേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ബോധത്തെ ബോധത്തെ മൊത്തത്തിൽ മാറ്റുക എന്നുള്ളൊരു പരിപാടി അവിടെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ ആശയങ്ങൾ അവിടെ ഇംപ്ലാന്റ് ചെയ്യും. നമ്മുടെ തോട്ടിന്റെ സ്ട്രക്ചർ മാറ്റും. ഇന്റേണൽ ആയിട്ടുള്ള നമ്മുടെ ഉള്ളിൽ ഒരു ഡയലോഗ് ഉണ്ടാവും. ഓരോ വായനയും നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കും. നമ്മുടെ കാഴ്ചപ്പാടിന്റെ ഫ്രെയിംവർക്കിൽ മാറ്റം വരുത്തും. നമ്മുടെ ഒരു സെൽഫായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇതിനെ തന്നെ മാറ്റിയെടുക്കാൻ ശേഷിയുള്ളതാണ് വായന എന്ന് പറയുന്നത്. അപ്പോ ഈ വായിക്കപ്പെടുന്ന സാധനത്തിന്റെ ഒരു ആർക്കിടെക്ചർ ഉണ്ടല്ലോ, ഇത് നമ്മുടെ ഉള്ളിലേക്ക് കടന്ന് അത് നമ്മുടെ ഒരു പാറ്റേൺ ആക്കി മാറുന്ന ഒരു പ്രക്രിയ അവിടെയുണ്ട്. അവിടെ സഹജഭാവം എന്താണോ, സഹജഭാവത്തിലുള്ള കാര്യങ്ങൾ അവിടെ മാറ്റപ്പെടുന്നുണ്ട്. മാറ്റപ്പെടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല. നമ്മളിവിടെ ഒളിമ്പസിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, നമ്മുടെ സഹജഭാവത്തെ വിട്ടിട്ട് ഈ അതോറിറ്റേറിയൻസ്, ലോകത്തെ ഭരിക്കുന്ന ആളുകൾ അവരുടെ ആൽഗോരിതത്തിലേക്ക് നമ്മളെ നയിച്ചു കൊണ്ടുപോകുവാനായിട്ട് നമ്മുടെ കയ്യിലുള്ള മുഴുവൻ ടൂളുകളും ഉപയോഗിക്കുന്നു എന്ന് പറയുന്നിടത്താണ് ഇതിന്റെ അപകടം. ഈ അപകടം എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ സഹജഭാവത്തെ അങ്ങ്
നഷ്ടപ്പെടുത്തുന്നു എന്ന് തന്നെ മനസ്സിലാക്കണം. അതായത് മനുഷ്യൻ ജീവിക്കുന്നത് അവന്റെ പ്രകൃതിദത്തമായ ബോധത്തിലാണ്. അങ്ങനെയാണ് ജീവിക്കേണ്ടത്. പക്ഷെ ഭാഷ എന്നുള്ളത് അവന്റെ ആ സഹജഭാവത്തിന് പകരം വേറൊരു റിയാലിറ്റിയെ, ഒരു വെർച്വൽ റിയാലിറ്റിയെ അവന് ഡിഫൈൻ ചെയ്ത് കൊടുക്കും, നിർവചിക്കും. അല്ലെ, പലതരം നിർദ്ധരണികൾ അവന്റെ അകത്തേക്ക് ഇട്ടുകൊടുക്കും. വാക്കുകൾ അവന്റെ പല സഹജമായിട്ടുള്ള നിർദ്ധരണികളെ, ആൽഗോരിതങ്ങളെയും റീപ്ലേസ് ചെയ്യും. ഡയറക്റ്റ് ആയിട്ടുള്ള നമുക്ക് തനിയെ വരാവുന്ന നമ്മുടെ കാഴ്ചകൾ, പെർസെപ്ഷൻസ് അതിനെ ഇല്ലാതാക്കും. നാച്ചുറൽ ആയിട്ടുള്ള അവബോധമുണ്ട്, സഹജമായ അവബോധം, നാച്ചുറൽ ആയിട്ടുള്ള അവയർനെസ് എന്നുള്ള അവസ്ഥയില്ലേ, ആ അവസ്ഥയെ ഈ സിംബോളിക് ആയിട്ടുള്ള, ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള സിംബോളിക്കൽ ആയിട്ടുള്ള തിങ്കിങ് എന്ന് പറയുന്നത് തുരത്തിവിടും. എന്താ ചെയ്യാം? നമ്മൾ ലോകത്തെ കാണില്ല, നമ്മൾ പഠിച്ച ഭാഷയിലൂടെ ലോകത്തെ വ്യാഖ്യാനിക്കാൻ പഠിക്കും. സത്യത്തിൽ അക്ഷരം എന്ന് പറയുന്നത് മനുഷ്യൻ ഘട്ടത്തെ ആദ്യ ആയുധമാണ്. ശരിക്കും പറഞ്ഞാൽ കല്ലും കട്ടയും കാര്യങ്ങളൊന്നും അല്ല മനുഷ്യൻ ആദ്യം ഉണ്ടാക്കിയത് ഈ സിംബോളിക് ടൂൾസ് ആണ്. അക്ഷരം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ജ്ഞാനപരമായ ആയുധമാണ്. അതുപയോഗിച്ചുകൊണ്ട് നമ്മുടെ പെരുമാറ്റപരമായ കാര്യങ്ങളിലുള്ള മാറ്റം വരുത്തലാണ് ഭാഷ എന്ന് പറയുന്നത്. അതിലെ എഴുത്ത് എന്ന് പറയുന്നത് ഇതിനെ ശരിക്കും കൺട്രോൾ ചെയ്യുന്ന ഒരു മെക്കാനിസം ഉണ്ട്. സിവിലൈസേഷനിലായിട്ടുള്ള ഒരു കൺട്രോളാണ് ഉണ്ടാകുന്നത്. അതുപയോഗിച്ചുകൊണ്ട് നമ്മുടെ സഹജഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തെ സ്ട്രക്ചേർഡ് ആയിട്ട് കണ്ടീഷൻ ചെയ്യുന്നതിനാണ് നമ്മൾ നോളജ്, ജ്ഞാനം എന്ന് പറയുക. അതിനുവേണ്ടി നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഒരു സാധനമാണ് ലിറ്ററസി. പലതരം ലിറ്ററസികളുണ്ട് അല്ലെ. ആദിവാസികളെ ലിറ്ററേറ്റ് ചെയ്ത് അവർക്ക് തനിയെ നിലനിൽക്കാവുന്ന എല്ലാ ശേഷികളെയും ഇല്ലാതാക്കി നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയി. ഇവർക്ക് ഇതെന്താണ് വേണ്ടത്? അതോറിറ്റേറിയൻസിന്, ബ്രിട്ടീഷുകാർക്ക് ഒക്കെ എന്താണ് വേണ്ടിയിരുന്നത്? അവരുടെ മെക്കാനിസത്തിൽ പ്രവർത്തിക്കാനുള്ള ആളുകളെ വേണം. ഈ സഹജബോധം കൊണ്ട് ജീവിക്കുന്നവരവിടെ കിട്ടിയിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ലോകത്തെ റൂള് ചെയ്യുന്ന ആളുകൾക്ക് സഹജബോധം കൊണ്ട് ജീവിക്കുന്നവരെയല്ല, ഇവരുടെ മെക്കാനിസത്തിനകത്ത് സ്റ്റാൻഡർഡൈസ് ചെയ്ത് കിട്ടുന്ന ഒരു കാര്യവുമായിട്ട് അതിന് വഴക്കമുള്ള ആളുകളെയാണ് വേണ്ടത്. അങ്ങനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ ഏറ്റവും എളുപ്പത്തിൽ പറ്റുക എന്നുള്ളത് വിദ്യാഭ്യാസം, അക്ഷരം കൊടുക്കുക വഴിയാണ്. അപ്പോ ഈ അക്ഷരം എന്നത് ഒരു ആയുധമാണ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അത് ആദ്യം മുറിവേൽപ്പിക്കുന്നത് ഒരിക്കലും ശരീരത്തെയല്ല, ബോധത്തെയാണ്. സത്യത്തിൽ ഓരോ വായനയും ഓരോ ക്ഷതമാണ്. വായന ന്യൂട്രൽ ആണോ? അല്ല. അത് ന്യൂറൽ റീവയറിംഗ് നടത്തുന്നുണ്ട്, ഇമോഷണൽ അസോസിയേഷൻ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. നമ്മുടെ വൈകാരികതകളെ അതിങ്ങനെ ചേർത്തിണക്കുന്നുണ്ട്. മൂല്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് തരുന്നുണ്ട്. എത്ര നല്ല മൂല്യങ്ങളാണ് തരിക എന്നുള്ളത് ആലോചിച്ചാൽ മതി. നമ്മൾ മത്സരിക്കേണ്ടവരാണെന്നുള്ള മൂല്യം വായന തരുന്നില്ലേ? ഞാൻ നിങ്ങൾക്ക് പരനാണ്, ഞാൻ നിങ്ങളിൽ നിന്ന് അന്യനാണെന്നുള്ള ബോധം തരുന്നില്ലേ? ബ്രേക്ക് ദ ചെയിൻ എന്നുള്ള ആശയം തരുന്നില്ലേ? ഇത്തരത്തിലുള്ള വാല്യൂസ് ആണ് നമ്മുടെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നമ്മുടെ ആ വിശ്വാസ വ്യവസ്ഥയെ ഫോം ചെയ്യുക എന്നുള്ളതാണ്, നമ്മുടെ ഐഡന്റിറ്റിയെ മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഈ അക്ഷരം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഞാൻ പറയുന്നു, അക്ഷരത്തോടുള്ള വെറുപ്പല്ല, അക്ഷരത്തോടുള്ള അകൽച്ചയല്ല എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത്. അക്ഷരം യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് ചെയ്യിച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. കഴിഞ്ഞ 40 വർഷത്തോളമായിട്ട് ഞാൻ ഈ കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. സാമൂഹ്യ പരിവർത്തനത്തിന് വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നു. എന്നിട്ടും ആരും മാറിയതായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. മാറി എന്ന് പറയുന്ന, എന്നെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് മാറി എന്ന് പറയുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരാരും മാറിയതല്ല, അവർക്ക് കാലമായതുകൊണ്ട് അവർ മാറി എന്നുള്ളതാണ്. ആരെയും മാറ്റാൻ നമുക്ക് കഴിയില്ല. കാരണം എന്താ? അവരെ സ്വാധീനിച്ചിട്ടുള്ളത് ഈ വിധത്തിലുള്ള ചില ഫ്രെയിമിങ്ങുകളാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെട്ടത് ആരുണ്ട്? ഞാൻ രക്ഷപ്പെട്ടിട്ടില്ല, ഞാൻ അതിനകത്താണ്. നിങ്ങൾ ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. നമ്മളെല്ലാവരും ഈ ക്ഷതത്തിന്റെ അകത്ത് കിടക്കുകയാണ്. പക്ഷെ നിങ്ങൾ വായനയെ ഭയങ്കര സുഖിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണെങ്കിൽ ഞാനീ പറയുന്നതിനെ നിങ്ങൾ അംഗീകരിക്കുക പോലുമില്ല. അംഗീകരിക്കണമെന്നും എനിക്കില്ല, അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഇത് വായന എന്നുള്ളത് നമ്മുടെ ഒരു കംഫർട്ട് സോണാണ്. അതിന് ബ്രേക്ക് ചെയ്യുമ്പോൾ ചെറിയ വേദനകളല്ല ഉണ്ടാവുക, ചെറിയ വേദനകളെല്ലാം ഉണ്ടാവും. വായന സത്യത്തിൽ നമ്മുടെ സ്വത്വത്തിൽ നിന്നും അകറ്റാൻ ശേഷിയുള്ളതാണ്. ശുഭകരമായ വായനകളിലൂടെ പോകാൻ പറ്റുന്നു എന്നിരിക്കട്ടെ, നമ്മുടെ സ്വത്വത്തെ കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ആ അർത്ഥത്തില് ആധുനിക കാലം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ഇപ്പൊ നമ്മളിൽ പലരും വളർന്നു വന്ന ആ ഒരു കാലം ഉണ്ടല്ലോ, ആ ഒരു കാലത്ത് കുറെയൊക്കെ ഇപ്പൊ ബഷീറിന്റെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൃതികളെല്ലാം വായിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ മൂല്യങ്ങളും മനുഷ്യ സ്നേഹവും മാനവികതയും ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്.
ഇതിന്റെ ഒപ്പം തന്നെ കൺസ്യൂമറിസത്തെ, അതോറിറ്റേറിയനിസത്തെ ഒക്കെ പാരലലി നമ്മുടെ തലയ്ക്ക് കയറ്റി വെച്ച് തന്നിട്ടുണ്ട്. അത് ബഷീറല്ല ചെയ്തത്. ബഷീറിന്റെ പുസ്തകത്തിന്റെ അടുത്തിരുന്ന പുസ്തകം നമ്മളെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ നമ്മുടെ വായന ആവശ്യത്തിന് വായിക്കുകയാണെങ്കിൽ ഇതൊരു കുഴപ്പമല്ല. പക്ഷെ അനാവശ്യമായിട്ടുള്ള സ്ഥലത്തും നമ്മൾ വായിക്കും, അല്ലെങ്കിൽ നമ്മളാൽ വായിക്കപ്പെടും എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ ശരിയായ രീതിയിൽ ഒരു ശുദ്ധമായ അസ്തിത്വമായി, ശുദ്ധമായ സ്വത്വമായിട്ട് നിലനിൽക്കുന്നതിനെ നിശബ്ദമാക്കാൻ ഈ വായനയ്ക്ക് കഴിയും. കടം വാങ്ങിയ അറിവുകൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കൂടിക്കൂടി വരും. സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ, ഫസ്റ്റ് ഹാൻഡ് ഇപ്പൊ നമ്മൾ പെണ്ണ് കെട്ടാണെങ്കിൽ ഒരു ആണ് പെണ്ണ് കെട്ടുകയാണെങ്കിൽ രണ്ടാം കെട്ട് നമ്മൾ അംഗീകരിക്കില്ല. ആദ്യത്തെ തന്നെ ഫ്രഷ് ആയിട്ട് വേണമെന്നാ പറയാം. എന്ത് കാര്യം നമ്മൾ വാങ്ങിക്കണമെങ്കിൽ ഫസ്റ്റ് ഹാൻഡ് വേണമെന്ന് പറയാം. ഇവിടെ സെക്കൻഡ് ഹാൻഡ് എക്സ്പീരിയൻസ് ആണ് നമ്മളെ ഡോമിനേറ്റ് ചെയ്യുക. ആ ഒറിജിനൽ ആയിട്ടുള്ള പെർസെപ്ഷൻ എന്നുള്ളത് വീക്കാവും. സാധനങ്ങളുടെയൊക്കെ ഒരു ഗുണം അതാണ്, നമ്മൾ ആ ഒറിജിനൽ അവസ്ഥയിലേക്ക് പോവുക എന്നുള്ളത്, കേവലാവസ്ഥയിലേക്ക് പോവുക എന്നുള്ളതാണ്. ഇത് ഇന്നൊന്നല്ലേ തുടങ്ങിയാലോ കേട്ടോ. ഈ മനുഷ്യകുലം ഉണ്ടായ കാലം മുതൽ, മനുഷ്യ സംസ്കാരം ഉണ്ടായ കാലം മുതൽ ശുദ്ധാവസ്ഥയിലേക്ക് പോകുവാനായിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ ആചാര്യന്മാർ ചിട്ടപ്പെടുത്തിയിട്ടുള്ളതൊക്കെ ഇതിനു വേണ്ടിയാണ്. അക്ഷരം എന്നുള്ളത് അതിൽ ഇന്ന് നമ്മൾ വായനാ ദിനമായിട്ട് അക്ഷരത്തിന്റെ പേരിൽ അത് പറയുന്നു എന്ന് മാത്രം. അക്ഷരം മാത്രമല്ല കാര്യം, ഒട്ടേറെ കാര്യങ്ങൾ, നമ്മുടെ ജീവിതശൈലി, നമ്മുടെ കാർഷിക രീതി, നമ്മുടെ ഭക്ഷണ രീതി, നമ്മുടെ ഗൃഹനിർമ്മാണ രീതി, ഗൃഹനിർമ്മാണ വീക്ഷണം, നമ്മുടെ വസ്ത്രധാരണ രീതി, ഇങ്ങനെ തുടങ്ങി സർവ്വതും, ധനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, എല്ലാം അതിൽ വരുന്നു. ഇന്ന് വായനാ ദിനമായതുകൊണ്ട് വായനയുടെ പേരിൽ, അക്ഷരത്തിന്റെ പേരിൽ പറയുന്നു എന്ന് മാത്രം. അപ്പൊ നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള പെർസെപ്ഷൻ ഒക്കെ അങ്ങനെ തളർന്നു പോയിട്ട് നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള ആ ഒരു സൈലൻസ് ഇല്ലേ, അതായത് പാരാസിമ്പത്തറ്റിക് ആക്ടിവിറ്റി ചെയ്യാനായിട്ടുള്ള നമ്മുടെ ഇടശരം ഉണരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കേണ്ട, ശരീരത്തിന്റെ റെസിലിയൻസിലേക്ക്, അതായത് പുനഃസ്ഥാപനത്തിലേക്ക്, ശരീരത്തിന്റെ റിലാക്സ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ആ ശേഷി അങ്ങ് ഇല്ലാതാവും. ആ സൈലൻസ് ഇല്ലാണ്ടാവും. നമ്മുടെ ബ്രെയിനിന് ആക്ടിവിറ്റി വളരെ കൂടുതലായിട്ട് വരും. നമ്മുടെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ആ ഒരു ജ്ഞാനം എന്ന് പറയുന്നത് ഇല്ലാണ്ടാവും. വാക്കുകൾ എത്രത്തോളം കൂടുന്നു അത്രത്തോളം നമ്മുടെ സ്വത്വം മൗനമായിക്കൊണ്ടിരിക്കും. നമുക്ക് പറയാനൊന്നും ഇല്ല എന്നുള്ള അവസ്ഥയെത്തും. അതുകൊണ്ട് വായന എടുത്ത് ദൂരെ അറിയാൻ ഞാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇത് വായനയ്ക്ക് എതിർപക്ഷമല്ല. വായനയ്ക്ക് എതിർപക്ഷമല്ല, അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. വായനയെ എതിർക്കലല്ല. വായന നമ്മുടെ ഉള്ളിൽ വരുത്താവുന്ന ആ ഇരുതല മൂർച്ചയുള്ള വാളിന്റെ മറുതലത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ആ മറുതല അത് നമ്മളെ വല്ലാണ്ട് കണ്ടീഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡീകണ്ടീഷൻ ചെയ്യാം. നമ്മൾ ഡി എഡ്യൂക്കേറ്റ് ചെയ്യുന്ന പോലെ ഡീകണ്ടീഷൻ ചെയ്യുക എന്നുള്ളതാണ്. ചെയ്യാവുന്ന കാര്യം ഇതാണ്. നമ്മുടെ കമ്പൽസീവ് ആയിട്ടുള്ള നമ്മുടെ എടുക്കലുണ്ടല്ലോ, നമ്മൾ നിർബന്ധമായിട്ടിരുന്ന് വായിക്കുക എന്നുള്ള പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടിയിൽ ചെറിയൊരു ഇളവ് വരുത്തുക. നിങ്ങൾ കാര്യങ്ങളെ ഭാഷയില്ലാതെ നിരീക്ഷിക്കാൻ ശ്രദ്ധിക്കുക. ഒരു കാര്യത്തെ കാണുമ്പോൾ, നിങ്ങളുടെ ഒരു അനുഭവത്തെ കാണുമ്പോൾ, നിങ്ങളുടെ ഒരു ചിന്താപദ്ധതിയെ കാണുമ്പോൾ ഭാഷയില്ലാതെ അതിനെ വിറ്റ്നസ് ചെയ്യാൻ ശ്രമിക്കുക. സിമ്പലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെയെല്ലാം മാർക്ക് ചെയ്ത് വെക്കുന്ന ആ ഒരു രീതിയിൽ നമ്മൾ സൂക്ഷിക്കുന്നില്ല. ആ രീതി അങ്ങ് മാറ്റുക, അത് കുറയ്ക്കുക. നമ്മൾ അതിനെ ശരിയായി നിരീക്ഷിക്കുക. ഒരു പൂവിനെ കണ്ടാൽ ഉടനെ തന്നെ നമ്മൾ മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നതിന് പകരം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മളൊരു കവിത എഴുതാൻ ശ്രമിക്കുന്നതിന് പൂവിനെ കാണുമ്പോൾ പൂവിനെ കാണുക. ഒരു കൊച്ചുകുഞ്ഞിനെ കാണുമ്പോൾ കൊച്ചുകുഞ്ഞിനെ കുറിച്ച് കവിത എഴുതുന്നതിനേക്കാളും ഏറ്റവും നല്ലത് കൊച്ചുകുഞ്ഞിനെ കാണുമ്പോൾ കാണുന്നത്ര നേരം അതിന്റെ കൂടെ നിന്നിട്ട് അതിന്റെ ചിരി ആസ്വദിക്കലാണ്. അപ്പോ നമുക്ക് നമ്മുടെ സ്വാഭാവികമായ ബോധമില്ലേ, ആ ബോധത്തെ നമുക്ക് റിക്കവർ ചെയ്യാൻ കഴിയും. മനസ്സിലാക്കേണ്ടത് ഈ നോളജ് അക്യുമുലേഷൻ എന്നുള്ള പേരിൽ വായനയിലൂടെ നമ്മൾ വിളിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫ്രീഡം അല്ല. അതെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് വരുത്തി വെക്കുന്ന കുരുക്കുണ്ടല്ലോ, ഈ കുരുക്കിൽ നിന്ന് വെളിയിലേക്ക് ചാടുമ്പോഴാണ് ഫ്രീഡം ഉണ്ടാവുക. വായന നമ്മളെ ഫ്രീഡത്തിലേക്ക് എത്തിക്കുന്നു അല്ല മനസ്സിലാക്കേണ്ടത്. വായന നമ്മളെ കെട്ടിയിടുകയാണ് ചെയ്യുന്നത്. നല്ലതായാലും ചീത്തയാണെങ്കിലും എന്ത് വഴിയിലാണെങ്കിലും, സ്വർണത്തിന്റെ കൂട്ടിലാണെങ്കിലും പിന്നെ നരകത്തിലെ തീയുള്ള കൂട്ടിലാണെങ്കിലും നമ്മളെ കെട്ടിയിടുക എന്നുള്ള പണി തന്നെയാണ് ചെയ്യുന്നത്. സഹജബോധത്തിൽ നിന്ന് അത് മാറ്റുന്നുണ്ട്. ആ സഹജബോധത്തെ മാറ്റുന്നതിന് പകരം നമ്മളെ കൃത്യമായിട്ടൊരവസ്ഥയിലേക്ക് പോകുവാൻ വായന ഒഴിവാക്കുമ്പോൾ സാധിക്കും. ഈ സഹജബോധം സംസാരിച്ചു തുടങ്ങണം.
എപ്പോഴാണ് സഹജബോധം സംസാരിച്ചു തുടങ്ങുക? നമ്മുടെ അകത്തുള്ള ആ ബഹളമുണ്ടല്ലോ, അത് നിൽക്കണം. നമ്മുടെ ഉള്ളിലെ നിശ്ചലത, നിശബ്ദതയുണ്ടല്ലോ, മൗനം, അത് കൂടണം. അകത്തുനിന്നുള്ള ഈ മർമ്മരങ്ങളില്ലേ, നമ്മൾ സ്വയം വർത്തമാനങ്ങളില്ലേ, ഇത് കുറയണം. ആശയങ്ങൾ ഇങ്ങനെ കൂട്ടിക്കൂട്ടി വെക്കുന്നത് അതിങ്ങനെ നിൽക്കണം. ശരിയായ രീതിയിൽ ഒരു കാര്യത്തെ കണ്ടാൽ അതെന്താണെന്ന് അറിഞ്ഞനുഭവിച്ച് അതായി തീരാനുള്ള ആ ഒരു സഹജശേഷി നമ്മളിൽ ഉണരണം. അപ്പോഴാണ് നമ്മൾ അവിടെ ശരിയായ രീതിയിൽ എക്സിസ്റ്റ് ചെയ്യുക. നമ്മുടെ ബീയിങ് എന്ന് പറയുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ സഹജാവബോധം പ്രവർത്തിച്ചു തുടങ്ങും. പ്രകൃതി വീണ്ടും നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾ മിണ്ടിത്തുടങ്ങുമ്പോൾ പ്രകൃതി മൗനത്തിലാവും. നിങ്ങൾ മിണ്ടുന്നത് ഒഴിവാക്കിയാൽ പ്രകൃതി പതുക്കെ സംസാരിച്ചു തുടങ്ങും. നിങ്ങളുടെ ശരീരം വീണ്ടും പഠിപ്പിക്കും. നിങ്ങളുടെ അനുഭവം ഈ കേട്ടതും എഴുതിയതുമായിട്ടുള്ള വാക്കുകളെ മുഴുവൻ മറികടക്കും. സത്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്തിനാണ്? ലോകത്തെ അറിയാനാണ്. നമ്മളൊരു ഒരു കുരുക്കിപ്പോയി വീണതാണ്. ലോകം നമ്മളെ എങ്ങനെ ചിന്തിക്കണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അത് പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ വായിച്ചത്. അതിൽ നിന്നും വെളിയിലേക്ക് പോകണം. വിദ്യാഭ്യാസം പറയുന്നത് കണ്ടീഷനിങ് ആയിട്ടാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. ഈ നോളജ് എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് ആണ്. അത് ഈ ലിറ്ററസി എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇതിനെ ഒരു സാധാരണീകരിക്കലാണ്. ശരിക്കും പറഞ്ഞ അവയർനെസ് എന്ന് പറയുന്നത് ഈ ഭാഷയ്ക്കൊക്കെ അതീതമാണ്. ഫ്രീഡം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒറിജിനൽ കോൺഷ്യസ്നെസ്സിലേക്ക്, നമ്മളിലേക്ക് തിരിച്ചു വരലാണ്. നമ്മൾ വായനയിലൂടെ അതോറിറ്റേറിയൻസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന കുരുക്കുകളിനകത്ത് നമ്മൾ കുരുങ്ങിപ്പോകലല്ല ഫ്രീഡം. അപ്പോ നിങ്ങൾ വായന അറിഞ്ഞുകൊണ്ട് ഒഴിവാക്കുക. നല്ലത് വായിക്കണം എന്ന് തോന്നി, നല്ലതാണെന്ന് നിങ്ങൾക്ക് ശുദ്ധമായിട്ട് ബോധ്യമുണ്ട്, ഇത് നല്ലതാണെന്ന് ബോധ്യമുണ്ട്, ഇരുന്ന് വായിച്ചോ. അല്ലാത്ത വായനകൾ, കണ്ടതും കേട്ടതും എല്ലാം വായിച്ച് കൂട്ടുന്ന ഒരവസ്ഥയിൽ, പത്രം രാവിലെ എടുത്ത് വായിക്കുക, കിട്ടുന്ന സാധനങ്ങളല്ല, ഒരു പുസ്തകം എഴുതുക, അയാൾ പുസ്തകം വരയ്ക്കുന്ന അതും വായിക്കുക, അങ്ങനെ വേണ്ട. നിങ്ങൾക്ക് നല്ലതാണെന്ന് ഉത്തമ ബോധ്യമുള്ളത് അത് വായിച്ച് ചിലപ്പോൾ വീണ്ടും മാറിയേക്കും. എങ്കിലും ഞാൻ വായിക്കുകയേ വേണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ തിന്നാൻ വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. നിങ്ങൾ വായിച്ചോ, പക്ഷെ സെലക്റ്റീവ് ആവുക. ആ സെലക്റ്റീവായിട്ട് വായനയുടെ ആ അളവിൽ ഒരു കുറവ് വരുത്തുക. വായിക്കുന്നത് പോയിട്ട് എന്നാ പിന്നെ വായന വേണ്ട, എന്നാ പിന്നെ മൊബൈൽ നോക്കിയേക്കാൻ ചെയ്യും. വായനയുടെ 1000 മടങ്ങ് പ്രശ്നക്കാരനാണ് ഈ മൊബൈല്. അവൻ നമ്മുടെ ഉള്ളിൽ കയറ്റി വയ്ക്കുന്ന കാര്യം വെച്ചാൽ ഒരു തരം ആർക്ക് ഓൺ പ്രോഗ്രാമിംഗ് എന്നൊരു കോൺസെപ്റ്റ് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ആർക്ക് ഓൺ പ്രോഗ്രാമിംഗിലേക്കാണ് നമ്മളെ കൊണ്ട് കയറ്റി വിടുക. നമ്മുടെ ബ്രെയിനിനെ ടോട്ടലി മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരവസ്ഥ. അപ്പോ നമുക്ക് അതിൽ നിന്നുമൊക്കെ പതുക്കെ പുറകെ വരാം. എന്നിട്ട് നമ്മൾ സൈലൻസിലേക്ക് പോവുക. നമ്മൾ കാര്യങ്ങളെ, ഒരു പൂവിനെ കാണുമ്പോൾ പൂവിനെ വിറ്റ്നസ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഈ വരുന്ന മഴയ്ക്കാമ്പില് മൊബൈല് സറണ്ടർ ചെയ്യണം. അവിടെ വന്നു കഴിഞ്ഞാൽ 3 ദിവസത്തേക്ക് മൊബൈൽ ഉപയോഗിക്കാൻ പറ്റില്ല. കാട്ടിൽ പോണ സമയത്ത് നിങ്ങൾ ഫോട്ടോ എടുക്കണ്ട, നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടാൽ മതി, നിങ്ങളത് അനുഭവിച്ചാൽ മതി. നിങ്ങൾ ആളുകളെ കാണും, നിങ്ങൾ പ്രകൃതിയെ അനുഭവിക്കൂ. വായന നടക്കേണ്ടത് നമ്മളും പ്രകൃതിയും തമ്മിലുള്ള നേരിട്ടിടപെടലിലാണ്. അതിനെയാണ് നമ്മൾ വായിക്കേണ്ടത്. അപ്പോ സഹജബോധത്തിലേക്ക് നമ്മൾ പോകുവാനുള്ള ഒരു വഴിയൊരുങ്ങും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കണ്ടെത്താൻ പറ്റും. അവിടെയാണ് നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ടാവുക. അല്ലാണ്ട് വായനയിൽ നിങ്ങളെ കുരുക്കിയിടുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ടാവില്ല. ഞാൻ ഈ പറഞ്ഞത് എല്ലാവർക്കും ദഹിക്കണം എന്നൊന്നുമില്ല. അതിനകത്ത് നിൽക്കുന്ന, പ്രശ്നത്തിനകത്ത് നിൽക്കുന്ന ഒരാളെ പ്രശ്നത്തിലാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവോ? ഇല്ല. വെളിയിൽ വരണം. അതിന്റെ വെളിയിൽ നിന്ന് കഴിഞ്ഞാൽ ഇത് മനസ്സിലാവും. വെളിയിൽ നിന്ന് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. വെളിയിൽ നിന്ന് ദീർഘകാലം അതിലൂടെ പോയാലേ മനസ്സിലാവുള്ളൂ. ഞാൻ അങ്ങനെ പോയതാണ്. എനിക്ക് അതുകൊണ്ട് കൃത്യമായിട്ട് അറിയാം ഇതെങ്ങനെയാണെന്നുള്ളത്. നിങ്ങളിലെ ആരെങ്കിലും ഒക്കെ അങ്ങനെ മാറിപ്പോകാൻ തയ്യാറാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു പക്ഷെ എനിക്ക് പറ്റിയെന്ന് വരും. പക്ഷെ ഞാൻ നിങ്ങളോട് പാടെ വായന നിർത്തുന്നു പറയുന്നില്ല. പകരം വായനയിൽ സെലക്റ്റീവ് ആവുക. കണ്ടതെല്ലാം വായിച്ചു കൂട്ടുന്നത് ഒഴിവാക്കുക. ആവശ്യത്തിനുമായിട്ട് മിതമായി മാത്രം വായിക്കുക. ബാക്കി സമയത്ത് വായന എന്നുള്ളത് നേരിട്ടാവട്ടെ, അക്ഷരങ്ങളെ കൂടെ അല്ലാതെ നേരിട്ടാവട്ടെ. നേരിട്ടുള്ളൊരു വായന. നിങ്ങളും പ്രകൃതിയും തമ്മിലുള്ള നേരിടപെടലിലേക്ക് പോവുക. മണ്ണിലേക്ക് നേർ കാലുകുത്തുക. പാദരക്ഷകളില്ലാതെ മണ്ണിലേക്ക് കാലുകുത്തുക. വസ്ത്രങ്ങളില്ലാതെ എന്നുവെച്ചാൽ തുണിയില്ലാതെ നടക്കാനല്ല പറഞ്ഞു, വസ്ത്രങ്ങൾ കുറഞ്ഞുകൊണ്ട് വെയിലും മഴയും എല്ലാം കൊള്ളുക. ഈ വായന നടക്കട്ടെ. ഇന്ദ്രിയങ്ങൾ വഴി നിങ്ങൾ കൃത്യമായിട്ട് പ്രകൃതിയുമായിട്ട് നേരിട്ടുള്ള ഇന്ററാക്ഷൻ നടക്കട്ടെ. അവിടെ നിങ്ങൾക്ക് നിങ്ങളെ അറിയാൻ കഴിയും. നിങ്ങളവിടെ സ്വതന്ത്രമാകും. അതല്ലാതെ വായന നിങ്ങളെ സ്വതന്ത്രമാക്കുകയല്ല, ഉരുക്കിയിടുകയാണ് ചെയ്യുക എന്ന ബോധ്യത്തെ നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ അവതരണം ഇവിടെ നിർത്തുകയാണ്. നിങ്ങളുടെ ചോദ്യങ്ങളിലും ബാക്കി വിമർശനങ്ങളും എല്ലാം കേൾക്കാൻ തയ്യാറായിക്കൊണ്ട് നിൽക്കുന്നു. നന്ദി, നമസ്കാരം.